യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് രാത്രികാലത്തെ മീറ്റിംഗ് എനിക്കും സ്തോത്രം നിങ്ങൾക്കും എല്ലാം ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു അതേ മെസ്സേജ് തന്നെ ഇന്ന് വൈകിട്ട് എടുക്കാമെന്ന്. കാരണം ഒരു മെസ്സേജ് തയ്യാറാക്കണമെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ചാണ് ഒരു മെസ്സേജ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലത്തെ മെസ്സേജ് തന്നെ പ്രസംഗിക്കാം, വൈകിട്ടൊരു കുറേ സമയം ഇരിക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു വേറെ മെസ്സേജ് തയ്യാറാക്കണം എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെസ്സേജുമായി സ്തോത്രം നിങ്ങളുടെ മുൻപിൽ ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം നമ്മളെ നിറക്കാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ദാഹിക്കുന്ന ഹൃദയത്തോടുകൂടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നെങ്കിൽ ദാഹിക്കുന്ന സ്ഥലത്ത് മരുഭൂമിയുടെ അവസ്ഥയിൽ സ്തോത്രം ദൈവത്തിന് വെള്ളം പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എനിക്കൊന്നൊരു 6 മാസം മുന്നേ തോന്നുന്നു ഈ മീറ്റിംഗിൽ വന്ന് ഞാൻ പ്രസംഗിച്ചത്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാം വാക്യം ഞാൻ വായിക്കാം. 34-ാം വാക്യം 35-ാം വാക്യം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന് മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്റെ മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ചില മാസങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എൻ്റെ കയ്യിൽ തന്ന ഒരു ദൂതാണ് ദൈവിക മേഘത്തെക്കുറിച്ച്. പലപ്പോഴും സ്തോത്രം നമ്മൾ ചിന്തിക്കുന്നത് ഒരു മേഘത്തിൽ എന്നാ കിടക്കുന്നു. നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് മേഘം മുകളിലോട്ട് പോകുന്നെന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ മേഘത്തെക്കുറിച്ച് പറയുന്നത് അത് ഭയങ്കര ആഴമേറിയ കാര്യങ്ങളാണ്. അത് വായിച്ചപ്പോൾ ഞാൻ ആത്മാവിൽ സന്തോഷിച്ചു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ ഒരു മേഘം ഇറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മേഘം നമ്മുടെ സ്തോത്രം മീറ്റിംഗിന്റെ മുകളിൽ ഇറങ്ങിയാൽ നമ്മുടെ എല്ലാം സിറ്റുവേഷൻ മാറിപ്പോകും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ദൈവിക മേഘം നമ്മുടെ മുകളിൽ ഓരോരുത്തരുടെ മുകളിൽ ദൈവം ഇറക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാനും ആഗ്രഹിക്കുന്ന കർത്താവേ, ആ മേഘം എൻ്റെ മുകളിലും കൂടെ ഒന്ന് ഇറങ്ങണമേ. എൻ്റെ പ്രസംഗത്തിന്റെ മൂർച്ച ഒന്ന് കൂടുവാൻ, എൻ്റെ പ്രവചനത്തിന്റെ മൂർച്ച ഒന്ന് കൂടുവാൻ, എൻ്റെ ജീവിതത്തിലെ വിശുദ്ധി ഒന്ന് കൂടുവാൻ, എൻ്റെ പ്രാർത്ഥന ഒന്ന് വർദ്ധിക്കേണ്ടതിന് ഇന്ന് രാത്രി ആ മേഘം എൻ്റെ മുകളിൽ ഇറങ്ങിയെങ്കിൽ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തിന്റെ മേഘത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കാം. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഇന്ന് പകൽക്കാലം നമ്മളെ ഈ ലോകത്ത് നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കയ്യിൽ പണമുള്ളതല്ല. സ്തോത്രം. പണമുള്ളവർ വ്യത്യസ്തരാണ്. നമ്മുടെ കയ്യിൽ വിലയേറെ വാഹനമുള്ളതല്ല. വാഹനമുള്ളവർ വ്യത്യസ്തരാണ്. പക്ഷെ അവർക്കൊന്നുമില്ലാത്തൊരു വ്യത്യാസം മേഘമുള്ളവർക്കുണ്ട്. സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാലത്ത് 5 പൈസ ഇല്ലാതെ നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ മേഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കരുത്, സ്തുതിക്കുന്നു. എന്നെ ആരും മൈൻഡ് ചെയ്യാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് മേഘം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം. നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും, നിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും, നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ദൈവിക മേഘം നിന്റെ മുകളിൽ ഇറങ്ങിയാൽ ജീസസ്, നീ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി മാറും. നീ മറ്റുള്ളവരെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. ആർക്കുമില്ലാത്ത നന്മ നിന്റെ ഭവനത്തിലോട്ട് വരും. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവവചനം നമ്മൾ വായിക്കും തോറും പുതിയ പുതിയ മർമ്മങ്ങൾ വെളിപ്പെട്ട് വരും. സ്തോത്രം. ഒരാഴ്ച തന്നെ ഞാൻ 5 മെസ്സേജുകളും കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ മെസ്സേജ് ഞാൻ കൊടുക്കാറില്ല. കാരണം മറ്റു പല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. ദൈവവചനത്തിൽ പെട്ടകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെട്ടകം ഒരുവന്റെ ഭവനത്തിലോട്ട് വന്നാൽ ഓബേദ്-ഏദോമിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് മേഘം. സ്തോത്രം. ഇന്ന് പകൽക്കാലം പെട്ടകമുള്ള ദൈവജനത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പെട്ടകമാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ. ദൈവത്തിന്റെ പെട്ടകമാണ് നമ്മൾ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഈ പെട്ടകം കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മെ വഴി കാണിക്കുന്ന ഒരു സംഭവമാണ് ദൈവത്തിന്റെ മേഘം.
അമേൻ. ചിലര് പറയാറുണ്ട്, സ്തോത്രം, എന്നാ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുമില്ല. അതുകൊണ്ട് ഉടനെ ഒരു പ്രവാചകന്റെ നമ്പറിലോട്ട് നമ്മൾ വിളിക്കും, പാസ്റ്റർ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം. സ്തോത്രം, ഈ പ്രവാചകന്മാർക്ക് ദൂത് പറഞ്ഞതിനൊരു പരിധിയുണ്ട് കേട്ടോ. പ്രവാചകന്മാരെ കിട്ടുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ എന്നും നമ്മെ വഴി നടത്തുന്ന മേഘത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരും നിന്നോട് ദൂത് പറയാനില്ലെങ്കിലും, ആരും നിന്നെ സഹായിപ്പാനില്ലെങ്കിലും, മാതാപിതാക്കൾ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എന്റെ അപ്പനും എന്റെ അമ്മയും എന്നെ കൈവിട്ടു, എന്നാൽ യഹോവയോ എന്നെ ചേർത്തുകൊള്ളും. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്, അനാഥനും വിധവയ്ക്കും ന്യായപാലകനായവൻ. ഇന്ന് പകൽക്കാലം മേഘമായി ഈ സൂം മീറ്റിംഗിന്റെ അകത്ത് നടകൊള്ളുകയാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഈ മോശ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല കേട്ടോ. ഒറ്റയടിക്ക് ഒരു മിസ്രൈമിനെ കൊന്ന വ്യക്തിയാണ്. സകല മേഖലകളിലും നൈപുണ്യം ആർജിച്ച വ്യക്തിയാണ് മോശ. പുതിയ നിയമത്തിൽ അതുപോലെ ഒരു പുള്ളിയുണ്ട്, പൗലോസ്. ഈ മോശയുടെ ഒരു ഇടിക്ക്, സ്തോത്രം, അവിടെ ഉണ്ടായിരുന്ന ഒരു മിസ്രൈമൻ ചാകിയും അവനെ കുഴികുത്തി മോശ അതിൽ കുഴിച്ചു മൂടുകയും ചെയ്തു. അന്യായം ചെയ്തത് മോശക്ക് സഹിച്ചുകൂടാ. മോശ ഭയങ്കര കരുത്തനായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു, സകല ആയോധന കലകളും അന്നത്തെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന സ്ഥാനത്ത് നിന്ന് പഠിച്ചെടുത്ത വ്യക്തിയാണ് മോശ. ഒരു 3 പേരെയൊക്കെ ഒറ്റയടിക്ക് ഇടിക്കാനുള്ള ആരോഗ്യവും അന്നത്തെ ഏറ്റവും നല്ല ആയോധന വൈദ്യത്വമൊക്കെ മോശക്ക്, ആരോഗ്യമൊക്കെ മോശക്കുണ്ട്. ഈ മോശയെ കുറിച്ച് ബൈബിൾ പറയുന്നു, മേഘമിറങ്ങിയപ്പോൾ മോശയ്ക്ക് സമാഗമന കൂടാരത്തിന്റെ തിരുനിവാസത്തിന്റെ അകത്തോട്ട് അങ്ങോട്ട് കയറാൻ ഒത്തില്ലെന്ന്. മോശ ഇതുവരെയും പഠിച്ച സകല പരിപാടി എടുത്തു നോക്കി. ഇന്ന് പലപ്പോഴും ഞാനൊരു ദൂത് പറയാം, എത്ര വലിയ മോശയാണെങ്കിലും, സ്തോത്രം, മേഘമിറങ്ങിയാൽ അവിടെ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ അകത്തോട്ട് കയറാൻ ഒക്കത്തില്ലെന്നേ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. മോശയ്ക്കൊരു മകനുണ്ടായിരുന്നു, ഗർഷോം. മോശയ്ക്ക് ശേഷം ഗർഷോമിനെ ആക്കണമെന്ന്, സ്തോത്രം, മോശയ്ക്ക് ആഗ്രഹം ഉണ്ടെന്നൊന്നും ബൈബിള് പറയുന്നില്ല. പക്ഷേ മോശയുടെ താല്പര്യം ഒന്നും നടക്കത്തില്ല. സ്തോത്രം, മേഘം തീരുമാനിക്കും നീ എങ്ങോട്ട് തിരിയണം എന്നുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. മോശക്ക് ഒരിക്കൽ മോശ പറഞ്ഞു, ദൈവമേ എന്നെ കാണാൻ കാണിക്കണമേ. ദൈവം പറഞ്ഞു, മോശെ നിന്നെ ഞാൻ കാണാൻ കാണിക്കത്തില്ല. നീ മരിച്ചു ഈ മലയിൽ അടക്കപ്പെടും. നിനക്ക് ശേഷം വരുന്ന നിന്റെ മകനല്ല, ഞാൻ തിരഞ്ഞെടുക്കുന്ന ജോഷുവ ഇസ്രായേൽ ജനത്തെ നയിക്കും. ഇതൊരു ദൂത. അതുകൊണ്ട് മോശമാരുടെ ഇഷ്ടം നടക്കത്തില്ലെന്നേ. മോശയുടെ ഇഷ്ടം എന്തെന്നറിയാമോ? തോന്നുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ അകത്തോട്ട് കയറിപ്പോണം. ദൈവം പറഞ്ഞു, മോശേ പോകാൻ ഒക്കത്തില്ല. മോശ പറഞ്ഞു, കാനാനിലോട്ട് പോകണം. മോശെ പോകാൻ ഒക്കത്തില്ല. മോശ പറഞ്ഞു, എന്റെ മോനെ അടുത്ത പാസ്റ്ററാക്കണം. മോശെ ഒക്കത്തില്ല. ഈ മേഘം ഇറങ്ങുമ്പോൾ നിന്റെ ഇഷ്ടം നടക്കത്തില്ല, ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ നടക്കത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ഒരു മെസ്സേജിന്റെ ഈ ഒരു പദം ഞാൻ മറ്റെവിടെയും പ്രസംഗിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവാത്മാവിനോട് സംസാരിക്കുന്നതാണ്. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഒന്ന് ദൈവസ്ഥലം മുട്ടുമടക്ക്. മേഘത്തിന്റെ മുന്നിൽ ഒന്ന് മുട്ടുമടക്ക്. നല്ല ജോലിയിലോട്ട് കയറാൻ ഒക്കുന്നില്ലയോ? ജീവിതത്തിൽ ഉയർച്ചയില്ലയോ? തലമുറകൾക്ക് ജീവിതത്തിൽ നന്മയില്ലയോ? ഇന്ന് പകൽക്കാലം നിന്നെ തടയുന്ന മേഘത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി പറ, ദൈവമേ അങ്ങയുടെ മേഘത്തിന്റെ കീഴിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. എത്ര താഴ്ന്നവനെ ഉയർത്തുവാനും എത്ര ഉയർന്നവനെ താഴ്ത്തുവാനും എന്റെ ദൈവത്തിന് വലിയ സമയമൊന്നും വേണ്ട. ഹന്ന, സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൾ ഗർഭിണിയായതിന്റെ ശേഷം ഹന്ന പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഹന്ന പ്രാർത്ഥിക്കുന്നു, സമ്പന്നൻ കൂലിക്ക് നിൽക്കുന്നു, മച്ചി 7 പ്രസവിക്കുന്നു, ആമേൻ, പുത്രസമ്പന്ന ക്ഷയിച്ചു പോകുന്നു, എന്നാ ദൈവത്തിന് എന്നോട് കരുണ തോന്നി. ആമേൻ. പെനീന പുത്രസമ്പന്നയായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം. മറ്റുള്ളവന്റെ സമൃദ്ധി കണ്ടിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ നീ ഭാരപ്പെടണ്ട. പ്രാർത്ഥിക്കാത്തവനും ലോകമോഹത്തിൽ നടക്കുന്നവനും പാപം ചെയ്യുന്നവനും ദുഷ്ടനുമൊക്കെയും ഉയർച്ച പ്രാപിക്കുന്നത് കണ്ട് നീ ദുഃഖിക്കണ്ട. മേഘം നിന്നെ ഉയർത്താൻ പോകുക. ഈ ദൂത് ഏറ്റെടുത്തോ. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നിന്നെ ഉയർത്തുവാൻ എന്റെ ദൈവത്തിന് വലിയ സെക്കൻഡിന്റെ ആവശ്യമൊന്നുമില്ല. സ്തോത്രം. ഹന്ന പ്രാർത്ഥിച്ച് ദൈവത്തോട് കരഞ്ഞു, ദൈവമേ എനിക്കൊരു പുത്രനെ, ഒരു ആൺ സന്താനത്തെ തരണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം, സ്തോത്രം, അന്നൊരു ആലോചന ഹന്നയ്ക്ക് കൊടുത്തു.
ബൈബിൾ പറയുന്നു, അന്ന് മുഖം വാടിയ ഹന്നയുടെ മുഖം പിന്നെ വാടിയതേയില്ല. ഹന്നയുടെ മുകളിൽ ഒരു മേഘമിറങ്ങി. ദൈവാത്മാവിന്റെ ദൂത് പറയാം, ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ മേഘവും കൊണ്ട് മടങ്ങിപ്പോകാൻ പോകുക. എന്ത് ദുഃഖത്താലാണോ നിങ്ങൾ മീറ്റിങ്ങിന് കയറിയിരിക്കുന്നത്, എന്ത് വേദനയാലാണോ മീറ്റിങ്ങിന് കടങ്ങിയിരിക്കുന്നത്, ഇന്ന് പകൽക്കാലം ആ മേഘത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ തലയ്ക്ക് മുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾ നന്മ പ്രാപിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിച്ച്, ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പോകുക. സ്തോത്രം. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാ. പെന്തക്കോസ്ത് കുടുംബത്തിൽ ഞാൻ സ്തോത്രം മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ, സ്തോത്രം എൻ്റെ കൊച്ചു പ്രായം മുതൽ മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ ദൈവദാസന്മാർ പ്രസംഗിക്കുമായിരുന്നു, ഇന്ന് പോകുമ്പോൾ വിടുതലും കൊണ്ട് നീ പോകും, ഇന്ന് പോകുമ്പോൾ അനുഗ്രഹം കൊണ്ട് പോകുമെന്ന്. അപ്പോൾ ഞാൻ വിശ്വാസത്തോടെ കൈ ഉയർത്തി പറയും, കർത്താവേ, ആ അനുഗ്രഹം എനിക്കൊന്ന് തന്നേക്കണേ എന്ന്. സ്തോത്രം. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ അവസ്ഥ അങ്ങോട്ട് മാറ്റി. ആമേൻ. ഇന്നെന്റെ സഭയിലുള്ളവർക്ക് അത്ഭുതം കൂറുമാറ്, എൻ്റെ ഭവനത്തിലുള്ളവർക്ക് അത്ഭുതം കൂറുമാറ്. എൻ്റെ സിറ്റുവേഷനെ ദൈവം മാറ്റി. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇന്ന് പകൽക്കാലം സിറ്റുവേഷൻ ചേഞ്ച് ആകാതെ ജീവിതത്തിൽ ഇരിക്കുന്ന ആരേലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, നീ പണിതിട്ടില്ലാത്ത വീട്ടിൽ നീ പാർക്കും, നീ കുഴിച്ചിട്ടില്ലാത്ത കിണറ്റിലെ വെള്ളം നീ കുടിക്കും. ഇതൊരു ദൂത് ഏറ്റെടുത്തോ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ സ്തോത്രം, നീ കുഴിക്കുന്ന, ബൈബിൾ പറഞ്ഞു, കുഴിയെ ദൈവം നിറക്കാൻ പോകുക. നീ കുഴിക്കുന്ന കുഴിയെ നിങ്ങൾ കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല, എന്നാൽ നിങ്ങളുടെ മൃഗങ്ങളും നിങ്ങളും ദാഹമകറ്റത്തക്ക വിധത്തിൽ ദൈവം വെള്ളത്താൽ നിറക്കാൻ പോകുക. ഒന്നും കാണുന്നില്ലെങ്കിൽ സ്തോത്രം പറഞ്ഞോ, ഒന്നും കാണുന്നില്ലെങ്കിൽ ആരാധിച്ചോ. ദൈവാത്മാവ് പറയുന്നു, മേഘം ചിലതിനെ വഴി നടത്താൻ പോകുക. സ്തോത്രം. ഇന്ന് പല സഭകളിലും തമ്മിൽ അടിയ സ്ഥാനത്തിന് വേണ്ടി, ഇന്ന് പലരും തമ്മിൽ പ്രശ്നമാ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിന്? സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ കാടയെ വർഷിപ്പിച്ച ദൈവത്തിന് നിനക്ക് സമൃദ്ധി തരാൻ ഒക്കത്തില്ലയോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിന് നിന്നെ ഉയർത്താൻ ഒക്കത്തില്ലേ? നിന്നെ നന്മ തരാൻ ഒക്കത്തില്ലയോ? പത്രോസിനെ, സ്തോത്രം, മുക്കുവനായ പത്രോസിനെ കാലഘട്ടത്തിന്റെ അപ്പോസ്തലനാക്കി ഉയർത്തിയ യേശുവിന് നിന്നെ ഉയർത്താൻ ഒക്കത്ത്. നീ എന്തിന് അടിയുണ്ടാക്കുന്നു? നീ എന്തിന് ഭിന്നത ഉണ്ടാക്കുന്നു? നീ മേഘത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ മുഖപക്ഷമില്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു ഉയരത്തിലെ പിതാവ് നമുക്കുണ്ട്. സ്തോത്രം. മുഖപക്ഷമില്ലാത്തൊരു പിതാവ്. നമ്മൾ ആരോടും തർക്കിക്കാൻ പോകണ്ട, നമ്മൾ ആരോട് അടിവുണ്ടാക്കാൻ പോകണ്ട. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നീ വേണ്ട എന്ന് പറഞ്ഞാലും നിന്റെ പിറകെ തരുവാൻ ശക്തനായ ഒരു സർവശക്തനെയാണ് നീ സേവിക്കുന്നത്. ഓ, നീ വേണ്ടെന്ന് പറഞ്ഞാലും നന്മ നിന്റെ പിറകെ വരും. ഓ ജീസസ്. ഒരു ദൈവദാസൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഒരു വേട്ടപ്പട്ടി കാട്ടിൽ വെച്ച ഒരു മുയലിനെ കണ്ടാൽ മുയലിന്റെ പിറകെ പോകും. എത്ര രക്ഷപ്പെടാൻ നോക്കിയാലും മുയലിന് രക്ഷപ്പെടാൻ ഒക്കാത്ത വിധത്തിൽ വേട്ടപ്പട്ടി പിറകെ തന്നെ കൂടും. ദൈവദാസൻ പറഞ്ഞെന്താണെന്നറിയാം? ഇതാണ് നന്മ. നന്മ എന്റെ മുന്നിൽ, നന്മ എന്റെ പിറകിലാ. ഞാൻ എവിടെ കോടിയാലും എന്റെ പിറകെ വരുന്നതാണ് നന്മ. ഇന്ന് പലരും നന്മയുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് പലരും സമ്പത്തിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം സമ്പത്തും നന്മകളും നമുക്ക് തരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആമേൻ. മോശ ലക്ഷക്കണക്കിന് ജനത്തെ നയിപ്പാൻ മോശ ഇറങ്ങി തിരിച്ചപ്പോൾ, ഒരിക്കൽ മോശ പ്രാർത്ഥിച്ചു, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. അതെന്താ മോശ അങ്ങനെ പറഞ്ഞത്? സ്തോത്രം. അങ്ങേക്ക് ഒരുപാട് കഴിവുണ്ടല്ലോ, അങ്ങേക്ക് കോർഡിനേറ്റ് ചെയ്യാൻ അങ്ങേ പോലെ കഴിവുള്ള ഒരാൾ അന്ന് കാലഘട്ടത്തിൽ ഇല്ലായിരിക്കാം. സ്തോത്രം. അത്ര നന്നായിട്ട് മോശക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്. 5 പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ തുടങ്ങിയ 5 ഗ്രന്ഥങ്ങൾ എഴുതിയ പുള്ളിയ മോശ. നിസ്സാരക്കാരനല്ല. അറിവും കഴിവും ജ്ഞാനമുള്ള വ്യക്തിയാ. എന്താ മോശ പറഞ്ഞു, എന്റെ കഴിവും എന്റെ അറിവും എന്റെ സകലവും അസ്തമിക്കുന്ന ഒരിടത്തു നിന്നും ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കും. ആമേൻ. ഇന്ന് പാൽക്കാലം ഈ മീറ്റിംഗിൽ കയറിയതേ, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അറിവും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ സാമർഥ്യവും എല്ലാം അവസാനിക്കുന്ന ഒരു സമയം വരും. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മേഘം നിന്നെ വഴി നടത്തും. മോശ പറഞ്ഞു, സ്തോത്രം, ഈ ലക്ഷങ്ങളെ നയിപ്പാൻ ദൈവമേ എനിക്കൊരു കൃപ തരണമേ. ശലോമോൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തരണമേ. എത്ര പേർക്കും പ്രാർത്ഥിക്കും? കർത്താവേ, സ്തോത്രം, എന്റെ കഴിവിന്റെ അപ്പുറത്ത് എന്നെ നടത്തുന്ന ദൈവത്തിന്റെ കരം. ഓ, എന്റെ കഴിവിന്റെ അപ്പുറത്ത് എന്നെ നടത്തുന്ന ദൈവത്തിന്റെ മേഘം. ഓ ജീസസ്.
ഞാൻ ചിന്തിക്കാത്ത മേഖലകളിൽ കൂടെ ദൈവാത്മാവ് എന്റെ പ്രസംഗത്തെ കൊണ്ടുപോവുക. ചിന്തിക്കാത്ത മേഖലകളിൽ കൂടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുകയാണ്. നീ ചിന്തിക്കാത്ത മേഖലകൾ ദൈവം നിന്നെ നടത്താൻ പോകുക. സ്തോത്രം. ഒരിക്കൽ ഞാൻ നാട്ടില് ഇന്ത്യയിലായിരുന്ന സമയത്ത് ഒരു പ്രവാചകൻ എൻ്റെ അടുക്ക വന്നൊരു പ്രവചനം പറഞ്ഞു. നിനക്ക് ഞാൻ വഴി തുറക്കും, ലോകത്തിന്റെ അങ്ങേ തലയിലോട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. കാരണം ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ദൈവസ്ഥലം കാത്തിരുന്നു. പക്ഷെ ഒരുപാട് ശോധനകൾ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ ഒരു സ്ഥലത്ത് ഒരിക്കൽ പ്രസംഗിക്കും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അത് കേട്ടോന്നും എനിക്കറിയത്തില്ല. ഞാനൊരു സ്ഥലത്ത് ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. എനിക്ക് ജോലിയുണ്ട്. അപ്പൊ ജോലിയിൽ അവിടുത്തെ മാനേജറോട് ഞാൻ പറഞ്ഞു, എനിക്ക് വൈകിട്ട് 7 മണിക്ക് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് എനിക്ക് അരമണിക്കൂർ മുന്നേ ഇവിടുന്ന് ഇറങ്ങാൻ സമയം തരണം. കാരണം ഇവിടുന്ന് ബസ് കയറി 2 ബസ് കയറിയാൽ മാത്രമേ എനിക്ക് 6:30 മണിയാകുമ്പോഴേക്കും അവിടെ എത്താൻ ഒക്കത്തുള്ളൂ. കുറെ ദൂരമുണ്ട്, യാത്ര ചെയ്യണം. അപ്പൊ അദ്ദേഹം ഒരു പെന്തക്കോസ്റ്റുകാരനായതുകൊണ്ട് എന്നോട് പറഞ്ഞു അരമണിക്കൂർ മുന്നേ പൊക്കോളം പറഞ്ഞു. എന്റെ ശമ്പളം ഒന്നും കുറക്കത്തില്ല. അങ്ങനെ അരമണിക്കൂർ മുന്നേ ഞാൻ അവിടെ യാത്ര പുറപ്പെട്ടു. അവിടെ എത്തി വഴിയിൽ എവിടെയോ വെച്ച് എന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ജോലിയിലെ ഡ്രസ്സിൽ പോകാനൊക്കത്തില്ലല്ലോ. മീറ്റിങ്ങിന് ഞാൻ കയറി. പ്രസംഗിക്കാനല്ലേ ഞാൻ പ്രസംഗമൊക്കെ തയ്യാറാക്കി വലിയ ആളെപ്പോലെ അവിടെ ഇരിക്കുമ്പോഴാണ് മറ്റൊരാൾ കയറി വരുന്നത്. എന്ന് വെച്ചാൽ അവിടെയൊക്കെയുള്ള വലിയൊരാളാണ്. സ്തോത്രം. ഞാൻ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ, എൻ്റെ മീറ്റിംഗ് മുടക്കാനായി വന്നതാ. എന്നെ വിളിച്ച വീട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഞാൻ ഇത്രയും മെനക്കെട്ട് അവിടെ വന്നിട്ടും എന്നോടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറയാതെ അദ്ദേഹം കയറി അങ്ങോട്ട് പ്രസംഗം തുടങ്ങി. ഞാൻ മിണ്ടാതെ അങ്ങോട്ട് ഇരുന്നു. ഞാനാണ് കാലങ്ങളായി അവിടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും ഒരു ഇച്ചിരിക്ക് ഒരു മാനസൊക്കെ വേണ്ടേ? ബിനീഷ് ഉണ്ട് ഇവിടെ നിന്നൊക്കെ ഒരു വാക്കുപോലും എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അദ്ദേഹം പ്രസംഗിച്ചു. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ആ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി. അവർ എൻ്റെ മുഖത്ത് ദയനീയതയോട് നോക്കി. അവർക്കതിൽ യാതൊരു പങ്കുമില്ല. സ്തോത്രം. നേതൃത്വം പറഞ്ഞാൽ കേട്ടല്ലേ ഒക്കത്തുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ അടുത്ത ആഴ്ച അവരിയ്ക്കേണ്ട സ്ഥാനത്ത് വേറെ ആരെങ്കിലും കയറിയിരിക്കും. ചർച്ചയ്ക്ക് കസാര കാണത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് മീറ്റിംഗ് കഴിയാൻ വരെ ഞാൻ കാത്തു നിന്നു. മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് അങ്ങല്ല പറഞ്ഞത് എന്നെ അനുഗ്രഹിക്കാമെന്ന്? ഇവരുടെ മുമ്പിലൊക്കെ തല കുനിച്ച് നിൽക്കാനാണോ അങ്ങ് ഈ വാഗ്ദത്തം തന്നത്? ദൈവം ഒന്നും മറുപടി പറഞ്ഞില്ല. എനിക്കൊരു മറുപടി കിട്ടിയില്ല. വർഷങ്ങൾക്ക് ശേഷം ദൈവം എനിക്ക് വാതിലുകൾ തുറന്നു തന്നു. സ്തോത്രം. വർഷങ്ങൾക്ക് ശേഷം വാതിൽ തുറന്നു. ദൈവം എനിക്ക് വിസ തന്നു. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയ എന്നുള്ള രാജ്യത്തെത്തി. ഈ രാജ്യത്തെത്തിയതിന്റെ ശേഷം സ്തോത്രം, നിങ്ങൾ ഓർത്തോണം, ഇതൊരു ഇംഗ്ലീഷ് കൺട്രിയാണ്. അപ്പൊ ഇവിടെ സ്തോത്രം പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോണ്ടാക്ട്. ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഒരു ഇതും കൊണ്ടല്ല ഈ രാജ്യത്തൊന്നും എത്തിയത്. പക്ഷെ അപ്പോൾ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും എനിക്ക് പ്രസംഗിക്കാൻ ക്ഷണം കിട്ടി. പല സ്ഥലങ്ങളിലും പല ചർച്ചകളിലും പ്രസംഗിക്കാൻ ക്ഷണം കിട്ടി. അവിടങ്ങളിലൊക്കെ ഞാൻ പോയി ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നീയല്ലേ അന്ന് ചോദിച്ചത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന്? നീയല്ല പറഞ്ഞത് വാഗ്ദത്തം തന്ന ദൈവമേ, അങ്ങ് തന്ന വാഗ്ദത്തം എവിടെ? സ്തോത്രം. നിന്റെ യോഗ്യത കൊണ്ടാണോ നീ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? സ്തോത്രം. നിന്റെ പ്രസിദ്ധി കൊണ്ടാണോ പ്രസംഗിക്കാൻ ക്ഷണം കിട്ടുന്നത്? അല്ല. പല സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ കണ്ടു. അന്നെന്റെ മീറ്റിംഗ് മുടക്കാൻ വന്ന അദ്ദേഹം ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. സ്തോത്രം. അദ്ദേഹത്തെ അവിടേക്ക് പറഞ്ഞു വിട്ട ലീഡേഴ്സ് പലരും ജീവിതത്തിൽ ഗതി പിടിക്കാതെ എത്തേണ്ടടുത്ത് എത്താതെ കറങ്ങുന്നത് ഞാൻ കണ്ടു. ഇന്ന് പലർക്കും ഞാനൊരു ദൂത് പറയാം. സ്തോത്രം. നിന്റെ വഴി അടക്കാൻ ആര് നോക്കിയാലും നീ ഒരു അടയാളം കാണാൻ പോകുക. സ്തോത്രം. നീ ചില അടയാളങ്ങൾ കാണുമെന്ന് ദൂത് ഏറ്റെടുത്തോ. നിന്റെ മീറ്റിംഗ് മുടക്കാനും നിന്റെ പ്രസംഗം മുടക്കാനും നിന്റെ നന്മ മുടക്കാനും വില്ല് കുളച്ചു നിൽക്കുന്ന സഹോദരന്മാരെ കണ്ടിട്ട് നീ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സഹോദര. നിന്റെ വിളി അതിന്റെ മുകളിലാ. ആമേൻ. നിന്റെ അവിടുത്തെ ശുശ്രൂഷ തീർന്നത് കൊണ്ടാണ് നിന്നെ അവിടുന്ന് ദൈവം മടക്കി അയക്കുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ ജോലി സ്ഥലത്ത് നിന്ന് നിന്റെ ജോലി നഷ്ടപ്പെട്ടാൽ, നിന്റെ മക്കളുടെ ചില മേഖല നന്മ മുടങ്ങി നീ ഭാരപ്പെടണ്ട. അത് നിന്റെ ഡീപ്രമോഷൻ അല്ല, അത് നിന്റെ അടുത്ത ലെവലിലോട്ടുള്ള ഉയർച്ചയാണെന്ന് ഓർത്തോണം. സ്തോത്രം. ആർക്കും ഇന്ന് പകൽക്കാലം നമ്മുടെ നന്മ തടയാൻ ഒക്കത്തില്ല. സ്തോത്രം. ആർക്കും നിന്റെ ഉയർച്ച തടയാൻ ഒക്കത്തില്ല. ഇന്ന് പകൽക്കാലം ആരൊക്കെയോ ഇതിന്റെ അകത്തിരുന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എപ്പോൾ ഞാൻ നന്മ കാണും, എപ്പോൾ ഞാൻ യെരൂശലേമിന്റെ നന്മ കാണും. ദൈവാത്മാവ് പറയുന്നു,
ഇന്ന് പകൽക്കാലം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് ദൈവവൈതലേ നിന്റെ ജീവിതത്തിലോട്ട് നിന്നെ തേടി വരാൻ പോകുകയാ. ഓ ജീസസ്, ഇന്ന് പകൽക്കാലം സ്തോത്രം, നിന്റെ ജീവിതത്തിൽ നീ യെരൂശലേമിന്റെ നന്മ കാണാൻ പോകുകയാ. ഓ നീ ദൈവ സാക്ഷ്യം പറയാൻ പോകുകയാ. ശിമയോൻ യേശു ക്രിസ്തുവിനെ എടുത്തേച്ച് ഇപ്രകാരം പറഞ്ഞു, നാഥാ സകല ജനത്തിനും വേണ്ടുന്ന രക്ഷയെ എന്റെ കണ്ണ് കാണുവാൻ നീ ഇടതന്നല്ലോ. ശീമോൻ മരിപ്പാറായി, പക്ഷെ മരിക്കുന്നതിന് മുന്നമേ വാഗ്ദത്തം കണ്ടാ മരിച്ചത്. ദൈവാത്മാവ് ദൂത് പറയുന്നു, നന്മ കാണാതെ നിന്റെ കണ്ണ് അടയത്തില്ലെന്ന്. ഓ ഏറ്റെടുത്തോ, നന്മ കാണാതെ നിന്റെ കണ്ണ് അടയത്തില്ല. സ്തോത്രം. ഈ മൊർദെഖായി ഉണ്ടല്ലോ പ്രാർത്ഥിക്കുന്നവനാ, മൊർദെഖായി ഉണ്ടല്ലോ ഉപവസിക്കുന്നവനാ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവനാ മൊർദെഖായി. യഹൂദന്മാരെ കുറിച്ച് സ്തോത്രം വലിയ കാഴ്ചപ്പാടുള്ളവൻ, അവരെ നന്നാക്കണം എന്നുള്ള താല്പര്യമുള്ള വ്യക്തിയാണ് മൊർദെഖായി. പക്ഷെ മൊർദെഖായിയുടെ ഇപ്പൊ തിരിപ്പ് എവിടാന്നറിയാമോ? കൊട്ടാരത്തിന് പുറത്താ. വല്ലാത്ത അലച്ചല. ഭക്ഷണം കൃത്യം കിട്ടത്തില്ല, താമസം കൃത്യമില്ല, കൃത്യസമയത്ത് ഒന്നും മൊർദെഖായിക്കില്ല. പക്ഷേ യഹൂദന്മാരുടെ ശത്രുവും അഹങ്കാരിയും നിഗടിയുമായിരിക്കുന്ന ഹാമാനുണ്ടല്ലോ കൊട്ടാരത്തിന്റെ അകത്ത. ആമേൻ, സ്തോത്രം. ഓർത്തോണം, ദുഷ്ടൻ പച്ചപിടിക്കുന്നതും പ്രബലപ്പെടുന്നതും കണ്ട് ദൈവവൈതലേ നീ ഒരിക്കലും ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കരുത്. സ്തോത്രം. നീ കുറച്ചു കാലം വെളിയിലിരുന്നാലും നീ അകത്തോട്ട് കയറേണ്ട ഒരു സമയമുണ്ട്, തക്ക സമയം. അപ്പോൾ നിന്നെ അകത്തോട്ട് കയറ്റുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടും. ഓ ജീസസ്, ഇന്ന് പകൽക്കാലം ഓർത്തോ, ഒരു മനുഷ്യനും നിന്റെ നന്മ തടയാൻ ഒക്കത്തില്ല. ഹാമാനെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിനക്ക് വേണ്ടിയുള്ള വാതിൽ ദൈവം തുറന്നിട്ട് അപ്പോയിന്റ് ചെയ്തത്. ഓ നിനക്ക് വേണ്ടി എസ്തേറിനെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. കാലത്തിന്റെ പോക്കിൽ മൊർദെഖായിയെ നീ സകലരും മാനിക്കുന്ന ഒരു വ്യക്തിയെ മാറാൻ പോകുക. ഓ ദൈവരാജ്യത്തിന് വില കൊടുക്കുന്ന ദൈവവൈതലേ, ഉപവസിക്കുന്ന ദൈവവൈതലേ, മീറ്റിംഗ് നടത്തുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ഒരു വാതിൽ അകത്ത് തുറന്നു വെച്ചിട്ടാ നിന്നെ പുറത്തിരുത്തിയത്. ഒരിക്കൽ കൂടി ഉപവസിച്ചോ, ഒന്നും കൂടി പ്രാർത്ഥിച്ചോ, നന്മ ഇതാ നിന്റെ വാതിൽക്കൽ നിന്നെ വിളിക്കാൻ പോകുന്നു. സ്തോത്രം. ആമേൻ. ദൈവാത്മാ പലരോട് ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇവിടെ പറയുകയാണ്, മോശ അകത്തോട്ട് കയറണമെന്ന് ആഗ്രഹിച്ചു, മേഘം തടഞ്ഞു. നമ്മൾ ചിന്തിക്കും മോശ എന്നാ ഭാഗ്യവാനല്ലേ, മോശ മേഘത്തിനടുത്ത് വരെ എത്തി. പക്ഷെ മോശയുടെ പ്രശ്നം മോശയ്ക്ക് അറിയത്തുള്ളൂ. ആമേൻ. നമ്മളൊക്കെ ചിന്തിക്കണം, മേഘത്തിന് അടുത്ത് വരെ എത്തിയല്ലോ, പക്ഷെ അകത്തോട്ട് കയറാൻ ഒക്കുന്നില്ലല്ലോ മോശേ. കാരണം ദൈവത്തിന്റെ മുമ്പിൽ മുഖപക്ഷമില്ലെന്നാ അതിന്റെ അർത്ഥം. ബൈബിൾ പറയാണ്, സ്തോത്രം, യഹോവയുടെ തേജസ് തിരുനിവാസം നിറച്ചത് കൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ പറ്റിയില്ല. അടുത്ത വാക്യം, 36-ാം വാക്യം, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന് മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ? നമ്മുടെ പോക്കറ്റ് പൈസയുണ്ടോ? നമ്മുടെ കയ്യിൽ ATM കാർഡൊക്കെ ഉണ്ടോ? നമ്മൾ നാളെ ഉടുക്കാനുള്ള വസ്ത്രം നമ്മുടെ കയ്യിലുണ്ടോ? വേണ്ടപ്പെട്ട നമ്പറുകളൊക്കെ ഫോണിന്റെ അകത്ത് ചാർജ് ഉണ്ടോ? എന്തൊക്കെ നോക്കി വെച്ചാൽ നമ്മൾ യാത്ര പുറപ്പെടുന്നല്ലേ. പോകുന്ന വഴിക്കെങ്ങാനും ഫോൺ ഓഫായി പോയാ പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാം കരുതിയ നമ്മൾ പുറപ്പെടുന്നത്. പക്ഷെ ഇസ്രായേൽ ജനം പുറപ്പെടുമ്പോൾ ഇതൊന്നും നോക്കിയല്ല പുറപ്പെട്ടത്. എന്താണെന്നറിയാമോ? അവർ നോക്കും, മേഘം പൊങ്ങുന്നുണ്ടോ. മേഘം പൊങ്ങിയ പിന്നെ ഒന്നും പേടിക്കാനില്ലെന്നേ. അതെല്ലാം മേഘം നോക്കിക്കോളും. ആമേൻ. യാത്ര പോകുമ്പോൾ മേഘം തലക്ക് മുകളിൽ പൊങ്ങിയാൽ ഇസ്രായേൽ ജനത്തിന് അറിയാം, ഒരു രാജാക്കന്മാരും എന്നെ തകർക്കത്തില്ല, ഒരു ശത്രു സൈന്യവും എന്നെ തകർക്കത്തില്ല. ഞാന് ഓസ്ട്രേലിയ വന്നപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു വിസ തരത്തില്ല, നാട്ടിലോട്ട് തിരിച്ചു വിടുമെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ അയച്ചത് ദൈവമാടാ. സ്തോത്രം. എല്ലാ അധികാരത്തിന്റെ മുകളിലുമുള്ള ഒരു അധികാരമാണ് എന്റെ ദൈവത്തിന്റെ അധികാരം. അതിന്റെ മുകളിൽ ഒരു അധികാരം എന്റെ ദൈവത്തിന്റെ അധികാരമാണ്. അവസാനം അവർ വിസ തരേണ്ട വന്നു. ഇന്ന് പാൽക്കാലം വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സ്തോത്രം. വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിനക്ക് വേണ്ടിയുള്ള വിസ ദൈവം ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു. ആമേൻ. സ്തോത്രം. നിനക്ക് വേണ്ടിയുള്ളത് ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു. വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ദൈവം ഓൾറെഡി നിന്റെ വീടിന്റെ കാര്യം ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു സഹോദര സഹോദരി. സ്തോത്രം. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഈ മേഘം ഇതാ ഓൾറെഡി നിങ്ങളെ സീൽ ചെയ്ത് കഴിഞ്ഞുവെന്ന്. ആമേൻ. ഇന്ന് പാർക്കൽ അതുകൊണ്ട്
ഈ മീറ്റിംഗിൽ കയറിയിട്ട് ആരും വെറും കൈയോടെ മടങ്ങി പോകുന്നു കരുതണ്ട. ഇന്ന് പലർക്കും വിശ്വാസത്തോടെ ആരാധിച്ചോ പ്രാർത്ഥിച്ചോ ദൈവാത്മാവ് നിന്റെ കയ്യിലേക്ക് ചില ലെറ്ററുകൾ തരാൻ പോകുക. ചില ലെറ്ററുകൾ നിന്റെ കയ്യിലോട്ട് തരാൻ പോകുക. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. വിവാഹത്തിനുണ്ട്, മക്കളുടെ വിവാഹത്തിനുണ്ട് പ്രാർത്ഥിക്കുന്നവരെ, പല ഡിവോഴ്സുകളും പലയിടത്തും നടന്നേക്കാം. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ മക്കൾക്ക് നല്ല 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 ശ്രേഷ്ഠമായിരിക്കുന്ന വഴി തുറക്കാൻ പോകുക. ശ്രേഷ്ഠമായ പങ്കാളിയെ കൊടുക്കാൻ പോകുക. നിന്റെ തല കുനിക്കാനുള്ള ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ തല കുനിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ഉയർത്താനാ ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ദേശത്ത് അനുഗ്രഹിക്കാനാ. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ തലമൂടി ആരും കാണാതാണ് നീ പോകുന്നത്. അടുത്ത ആഴ്ച മുതൽ നീ ഉറപ്പിച്ചോ, നീ തലയിലെ തുണിയൊക്കെ മാറ്റി അങ്ങോട്ട് നല്ല ധൈര്യത്തോടെ നടന്നു പോകാൻ പോകുക. സ്തോത്രം. അവനൊന്നും നന്നായിട്ടില്ലെന്നേ, അവനൊന്നും പച്ച പിടിച്ചിട്ടില്ലെന്നേ, കുറെ കാലമായി കൈയടിക്കുന്ന ആരാധിക്കുന്നു. അവൻ പറയുന്നതൊക്കെ ദൈവം മാറ്റാൻ പോകുക. അവൻ കൈയടിച്ചു, ദൈവം അവൻ അനുഗ്രഹിച്ചത് പറയാൻ പോകുക. ജീസസ് ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ള ഫുഡ് തീർന്നാൽ ഞങ്ങൾക്ക് പേടിക്കാനില്ല, ഞങ്ങൾക്ക് കാട കിട്ടും. ഞങ്ങളുടെ കയ്യിലുള്ള ഫുഡ് തീർന്നാൽ പേടിക്കാൻ ഞങ്ങൾക്ക് മന്ന പൊഴിയും. കാരണം മേഘം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും രാവിലെയും ഉച്ചക്കും വൈകിട്ടും സമൃദ്ധിയായി തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ മേഘമാണ് നമ്മുടെ തലക്ക് മുകളിലുള്ളത്. ബൈബിൾ പറയാണ് 38-ാം വാക്യം, ഇസ്രായേലിന്റെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്റെ മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അഗ്നിയും ഉണ്ടായിരുന്നു. ആമേൻ. ഇന്നത്തെ പല ഇടങ്ങളിലും സഭകളിലും ഭവനങ്ങളിലും ഇല്ലാത്തൊരു കാര്യമാണ് അഗ്നി. അതെന്റെ വേറൊരു സബ്ജക്റ്റാണ്, ഞാൻ പ്രസംഗിക്കുന്ന സബ്ജക്റ്റ് അഗ്നി, പരിശുദ്ധന്മാരുടെ തീ. ആമേൻ. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ അവിടെ യഹോവയുടെ മേഘവും അതിൽ അഗ്നിയും ഉണ്ടായിരുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ അഗ്നി എന്ന് പറയുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു കാര്യം പറയാം. ഈ പൗലോസ് മെലീത്ത ദ്വീപിലോട്ട് പോയി. ഈ മെലീത്ത ദ്വീപിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ഏത് സുവിശേഷകൻ കാലുകുത്തിയാലും ഈ അണലി വന്ന് കടിക്കും. അതിന് നാട്ടുകാരിട്ട പേര നീതി ദേവി. അപ്പൊ നീതി ദേവി എന്ന് പറയുന്ന അണലിയുടെ രൂപം അവിടെ ഒരു സുവിശേഷകനെയും വന്ന് അനങ്ങാതിരുന്ന് പൊക്കോണം. വലിയ കയ്യടിയും വേണ്ട, വലിയ പ്രാർത്ഥനയും വേണ്ട, വലിയ അന്യഭാഷയൊന്നും വേണ്ട, പ്രവചനമൊന്നും വേണ്ട, സ്തോത്രം പറഞ്ഞ കുഴപ്പമില്ല, അങ്ങ് പൊക്കോളണം എന്നാണ് അവിടുത്തെ രീതി. ഓരോ സ്ഥലത്ത് ഓരോ രീതി ഉണ്ടല്ലോ. സ്തോത്രം. എന്നാൽ പൗലോസിനൊരു പ്രത്യേകത ഉണ്ട്. പൗലോസ് പണ്ടും ആർക്കും അടങ്ങത്തില്ല, ഇപ്പൊ ആർക്കും അടങ്ങത്തില്ല. വിശ്വാസത്തിന് മുമ്പേ അവൻ പുലിയായിരുന്നു, വിശ്വാസത്തിൽ വന്നതിന് ശേഷം അവൻ പുപ്പുലിയാ. ആമേൻ. മനസ്സിലായോ? വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ അവൻ പുലിയായിരുന്നു, വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇവനെന്ന് പൗലോസിനൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുവോ? പൗലോസിനെ കൈപിടിച്ച് നടത്തിയ ഭർണബാസിനോട് ഉഗ്രവാദം നടത്തിയ പുള്ളിയ പൗലോസ്. എന്നിട്ട് പൗലോസ് പറഞ്ഞ, ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ അപ്പോസ്തലന്മാരിൽ ഒരുത്തരും ഞാൻ കണ്ടില്ലെന്ന്. റെസ്പെക്ട് പോലും കൊടുത്തില്ല. എല്ലാ കണ്ണും അപ്പം പിടിക്കും പൗലോസ്. ബൈബിൾ വായിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും. സ്തോത്രം. നിങ്ങൾ എല്ലാവരും ബൈബിൾ വായിക്കുന്നവർ നല്ലോണം മനസ്സിലാകുന്ന എനിക്കറിയാം. ഇവിടെ പറയാണ്, അവിടെയാണ് ഈ അണലി അങ്ങോട്ട് ചാടിയത്. അണലി പറഞ്ഞ, മോനെ പൗലോസേ, നീ എത്ര വല്ല മൂത്താപ്പിയാണെങ്കിലും എൻ്റെ അടുത്ത് കളി നടക്കുകയല്ല. പൗലോസ് പറഞ്ഞു, നീ ഒന്ന് കേട്ടോ, പണ്ട് ദാവീദ് പറഞ്ഞൊരു പദം പറഞ്ഞു, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ രാജാവായി ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ആമേൻ. നീ ഒരുപാട് സുവിശേഷകരെ തകർത്തിരിക്കാം, ഒരുപാട് പേരെ കൊന്നിരിക്കാം, പക്ഷെ എന്റെ വാഗ്ദത്തം തീർന്നിട്ടില്ല. ആമേൻ. എന്റെ ശരീരത്തിലെ രോമം പോലും എന്റെ വാഗ്ദത്തം തീർന്നതിന് മുമ്പ് എനിക്ക് തൊടാനൊക്കത്തില്ല. എല്ലാരോടും കളിക്കുന്നവർ എന്നോട് കളിക്കരുത്. ആമേൻ. അഭിഷേകമുള്ള ദൈവവേദനെ, ഒരുപാട് പേര് തകർന്നു വീഴുന്നത് കേട്ട്, ഒരുപാട് പേര് മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നത് കേട്ട് നീ ഭയപ്പെടേണ്ട. നീ പറ, എല്ലാവരോടും കളിക്കുന്നവർ എന്നോട് കളിക്കാൻ ഒക്കത്തില്ല, എന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഓ ജീസസ്. ആമേൻ. നെഹമ്യാവ് ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, എന്നെ പോലെയുള്ള ഒരുവൻ ഇങ്ങനത്തെ വർത്താനൊക്കെ കേട്ട പേടിച്ചോടുവോ? ഉപവസിക്കുന്നവനാ ഞാൻ, പ്രാർത്ഥിക്കുന്നവനാ ഞാൻ, ദുർവർത്തമാനമൊന്നും എന്നെ പേടിപ്പിക്കത്തില്ല. സ്തോത്രം. ഈ അണലിക്കൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവൻ കടിച്ച രക്ഷയില്ലെന്ന്. ഇപ്പോഴും രക്ഷയില്ല. ഈ 2024 അണലി കടിച്ചു മരിച്ച എത്ര പേരാ? ഓടിച്ചിട്ട് കടിക്കും അണലി. ബാക്കി പാമ്പുകളൊക്കെ നമ്മളെ കാണുമ്പോൾ ഓടുമ്പം ഈ അണലിക്കൊരു പ്രത്യേകം നമ്മൾ ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു സാധനമാണ്. അറിയാവുന്നവർക്കറിയാം. സ്തോത്രം. പൗലോസ് എന്ന് ചെയ്തെന്നറിയാമോ? പതിവ് പരിപാടി തുടങ്ങി, അന്യഭാഷയും പാട്ട് അങ്ങോട്ട് തുടങ്ങി, തീ അങ്ങോട്ട് കത്തി. ആമേൻ.
തീ കത്തിയപ്പോൾ ഇവനെ ഇളകി. ഇന്ന് പലക്കാലം ദൂത് പറയാം, തീ കത്തുമ്പോൾ വളരാത്ത സഭകൾ വളരും. തീ കത്തുമ്പോൾ സൗഖ്യമാകാത്ത രോഗങ്ങൾ സൗഖ്യമാകും. തീ കത്തുമ്പോൾ സ്തോത്രം മന്ത്രവാദ കെട്ടുകൾ പൊട്ടിമാറും. ഇന്ന് നിന്നെ ദേശത്ത് ഉറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ മന്ത്രവാദത്തിന്റെ ശക്തികൾ, നിന്നെ ഉയർത്തത്തില്ലെന്ന് പറഞ്ഞ ആഭിചാരത്തിന്റെ ശക്തികൾ, മെലീത്തയിലെ നീതിദേവിയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ദൈവിക ആരാധനയുടെ മുമ്പിൽ പൊട്ടിമാറും. ഇത് പലക്കാലം ദൂത ഏറ്റെടുത്തോ. നിന്നെ രോഗിയാക്കുന്ന, നിന്റെ തലമുറയുടെ ഭാവി തടയുന്ന എത്ര വലിയ ശക്തിയാണെങ്കിലും നീ ഒന്ന് ആരാധിച്ചാൽ, നീ ഒന്ന് സ്തുതിച്ചാൽ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുറിക്കുക സർവശക്തൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില മേഖലകളുടെ അടിസ്ഥാനം വിളക്കാൻ പോകുക. ആമേൻ. പൗലോസ് പറഞ്ഞു, ഈ അണലിയുടെ വിഷത്ത്, ഈ പാമ്പിന്റെ വിഷത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മള് പാമ്പിന്റെ വിഷം നമ്മുടെ ശരീരത്തിലോട്ട് ഇഞ്ചക്ട് ചെയ്താലുണ്ടല്ലോ, നമ്മുടെ ബ്ലഡിലേക്കാണ് അത് ഇഞ്ചക്ട് ചെയ്യുന്നത്. ബ്ലഡ് പെട്ടെന്ന് കട്ട പിടിക്കും. ഈ പാമ്പിന്റെ വിഷം ഒരു ഗ്ലാസ്സിൽ സ്തോത്രം എടുത്തിട്ട്, നമ്മുടെ ബ്ലഡ് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് അതിലേക്ക് പാമ്പിന്റെ വിഷം ഒഴിച്ചാൽ ചില സെക്കൻഡുകൾക്കകം, മിനിറ്റുകൾക്കകം ആ ബ്ലഡ് കട്ടയാവുന്നത് കാണാം. അങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത്. പക്ഷെ പൗലോസിനെ ആഞ്ഞു കടിച്ച് എത്ര വട്ടം കടിച്ചിട്ടും പൗലോസ് മരിച്ചു വീണില്ല. അപ്പോൾ മെലീത്തയിലെ ബർബരന്മാർ പൗലോസിനോട് ചോദിച്ചു, പൗലോസേ നീ ചത്തു വീഴുമെന്ന് ഞങ്ങൾ കാത്തിരുന്നതാ, പക്ഷെ നീ എന്താ ആകാഞ്ഞേ? പൗലോസ് പറയാണ്, നിന്റെ ബ്ലഡ് എന്താ കട്ട പിടിക്കാഞ്ഞ? പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, എന്താണെന്നറിയാമോ? എന്റെ അകത്തൂടെ ഓടുന്ന യേശുവിന്റെ ചോരയാ, അത് അങ്ങനെ ഒന്നും കട്ട പിടിക്കത്തില്ലടാ. സ്തോത്രം. അകത്ത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെടുന്ന മരണകരമായി യാതൊന്നും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. സർപ്പത്തിന്റെ മേലെ മണല് മേലെ ചവിട്ടും, പെരുമ്പാവിനെ ബാലസിംഹത്തെ അവർ മെതിച്ചു കളയും. ഇന്ന് പകൽക്കാലം ചെറുതിനെ ചവിട്ടാൻ തയ്യാറായിക്കോട്ടോ. മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ നിന്റെ നന്മയെ തടയുന്ന ശത്രുവിനെ ചവിട്ടാൻ തയ്യാറായിക്കോ. എല്ലാവരും മരിച്ചു വീഴുന്നവരെ നീ മരിച്ചു. കൊറോണ വന്നാൽ, ഈ പകർച്ചവ്യാധി വന്നാൽ, സ്തോത്രം, ഇവിടെ ന്യൂക്ലിയർ ആണവ ബോംബുകൾ എന്ത് വന്നാലും പ്രാർത്ഥിക്കുന്ന ദൈവവേദന പേടിക്കാനില്ല. അവനെ കാക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലർക്കും വിശ്വാസത്തോടെ ഏറ്റെടുത്തു. മേഘം ഉയരുമ്പോൾ യാത്ര പുറപ്പെട്ടു, മേഘം താഴുമ്പോൾ യാത്ര നിന്നു. ആ മേഘത്തിന്റെ ശക്തി ചില കുടുംബങ്ങളിലോട്ട് ദൈവം വെളിപ്പെടുത്താൻ പോകുക. ചില കുടുംബങ്ങളിലോട്ട് ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഇന്ന് പലക്കാലം ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ ബുദ്ധിയിലല്ല, പരിശുദ്ധാത്മാവിലല്ല. ഞാൻ എഴുതി തയ്യാറാക്കിയ മെസ്സേജ് എന്റെ കയ്യിലുണ്ട്. സ്തോത്രം. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നത് അതിൽ നിന്നല്ല, അതിൽ നിന്നും ഒക്കെ സ്കിപ്പ് ചെയ്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് നയിക്കുന്നത് പോലെ ശുശ്രൂഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പലക്കാലം ഞാൻ ദൂത് പറയട്ടെ, നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ സ്തോത്രം നാളെ എന്താകുമെന്ന് ചിന്തിച്ചാ നീ വന്നതെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പറ, മേഘത്തിന്റെ തണൽ ചോദീരി നീ മടങ്ങിപ്പോകുമ്പോൾ വിടുതലുകൾ നീ കാണാൻ പോകുക. ഊടാ ഹന്തുന വീരമന ശകലകരകൽക്കമാന സദര ജഗൽക്കമാന. ദൈവാത്മാവിനൊരു വെളിപ്പാട് കാണിക്കുന്നു. സ്തോത്രം. ഈ വേരോടെ പറഞ്ഞു പോകുന്ന ചില വൃക്ഷങ്ങൾ എന്ന പോലെ, വേരോടെ പറഞ്ഞു പോകുന്ന വൃക്ഷങ്ങൾ എന്ന് വെച്ചാൽ വേര് പോലും ശേഷിപ്പിക്കാതെ ചില കുടുംബങ്ങളെ പറിച്ചു മാറ്റുവാൻ ശത്രുവിട്ട പദ്ധതികളെ ഇന്നത്തെ മീറ്റിംഗിൽ ഇവർ ക്യാൻസൽ ചെയ്യാൻ പോകുക. സ്തോത്രം. വേര് പോലും ശേഷിക്കാതെ ഞാനിങ്ങനെ കണ്ട വെളിപ്പാട്, ഒരു വൃക്ഷത്തിന്റെ ഒരു സംഭവം ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നു, വേരിങ്ങനെ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വന്നിരിക്കുക. അതുപോലെയുള്ള ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കാര്യം ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാണ്. ഈ ഒരു ദൈവ പൈതലിന് വെല്ലുവിളി ഉണ്ടെന്നേ, ഒരു ദൈവത്തിന്റെ പോരാട്ടമുണ്ട്. ആമേൻ. സ്തോത്രം. ഒരു പാട്ടുകാരൻ പാടി, പാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു അറുതൽപ്പെടും ഞാൻ. എനിക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ വെല്ലുവിളി ഒന്നും എന്നെ തകർക്കത്തില്ല കേട്ടോ. യോബിന് ഒരുപാട് വെല്ലുവിളി ഉണ്ടായിരുന്നു. അവന്റെ ശരീരം മുഴുവൻ, സ്തോത്രം, അവന്റെ ശരീരം മുഴുവനും പരിക്കൾ വന്ന് നിറഞ്ഞതാ. അവന്റെ മക്കൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. യോബ് പറഞ്ഞു, സ്തോത്രം, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇന്നത്തെ ശോധന വലുതായിരിക്കാം, ഇന്നത്തെ വെല്ലുവിളി വലുതായിരിക്കാം, പക്ഷെ ഇതൊന്നും കൊണ്ട് എന്റെ ജീവിതം തീരത്തില്ല. ഞാൻ കാണിച്ചു കൊടുക്കും എന്റെ ദൈവം ജീവിക്കുന്നവനെന്ന്. സ്തോത്രം. പിന്നത്തതിൽ യോബിന്റെ പുത്രന്മാരെക്കാളും സൗന്ദര്യമുള്ളവരൊന്നും ആ ദേശത്ത് ഇല്ലാത്ത വിധത്തിൽ പിൻകാലത്തെ യോബിന്റെ ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ദൈവ ഇതിലെ ഓർത്തോണം,
നിങ്ങളുടെ പണ്ടത്തെക്കാൾ ദൈവം നിങ്ങൾ ഉയർത്താൻ പോകുക. ദൂത് ഏറ്റെടുത്തോളും കേട്ടോ. പണ്ടത്തെക്കാൾ ദൈവം നിങ്ങൾ ഉയർത്താൻ പോകുക. സ്തോത്രം. പണ്ടത്തെക്കാൾ ദൈവം ഉയർത്താൻ പോകുക. ഞാൻ പഴയ നിയമത്തിലെ മേഘത്തെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുതിയ നിയമത്തിലെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 17 അധ്യായം 1 വാക്യം. മത്തായി 17:1-2. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവരുടെ വസ്ത്രം വെളിച്ചപ്പോലെ വെള്ളയായി തീർന്നു. സ്തോത്രം. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അവർ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. ചിലത് പറയാറുണ്ട് പഴയ നിയമത്തിലെ മേഘമൊന്നുമല്ല, പുതിയ നിയമം മാറി എന്ന്. ആര് പറഞ്ഞു? ആ പഴയ നിയമത്തിലെ മേഘം പുതിയ നിയമത്തിലോട്ട് അങ്ങോട്ട് ഷിഫ്റ്റായി. ആമേൻ. സ്തോത്രം. ഇന്ന് പാൽക്കാലം ദൂത് പറയട്ടെ, നീ പ്രാർത്ഥിക്കാൻ മുകളിലോട്ട് കയറുമ്പോൾ മോശയ്ക്ക് മുകളിൽ വെളിപ്പെട്ടൊരു മേഘം ഈ പുതിയ നിയമത്തിൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണെന്ന്. ഇന്ന് പകൽക്കാലം ഓർത്തോണം. സ്തോത്രം. പഴയ നിയമത്തിൽ മോശ കണ്ട സാന്നിധ്യം പുതിയ നിയമത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുക. ഇന്ന് ഈ മീറ്റിംഗിൽ ചിലതിന്റെ മുകളിൽ ശക്തി ഇറങ്ങാൻ പോകുന്നു. ഊടാ ഹതുര ജഗൽഖമാന. ദൈവാത്മാവിന്റെ ശക്തി നിങ്ങൾ ഏറ്റെടുത്തോ. സ്തോത്രം. സ്തോത്രം. ഉരുകുന്ന ഒരു വ്യക്തിയെ പോലെ പല മേഖലകളിലും സ്തോത്രം അടുത്തൊരു നിലവാരത്തിലോട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കാം. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ നിങ്ങളോട് ദൈവാത്മ ഇടപെടുന്നു. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ മേഘം ഇറങ്ങും. ഓ റിബല ഹംദുല രമേശമാന ദൂര ഹംദല രമന ജഗനഗരകൽക്കമാന. സർപ്പം പോലെ പത്തി വിടർത്തി നിന്ന് നിങ്ങളെ പേടിപ്പിക്കുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി മേഘത്തിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പോകുക. ഓ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ വലിയൊരു ആത്മശക്തി വരും ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കും. ഓ, നിങ്ങൾ പല സ്ഥലങ്ങളിലും സാക്ഷ്യം പറയുന്നത് പോലെ ചില വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ ദൂത് പറയുക. ദൈവാത്മാവ് ഒരു വെളിപ്പാടിനെ കാണിക്കുന്നു. നങ്കൂരം ഇട്ട് നിൽക്കുന്ന ഒരു കപ്പൽ. സ്തോത്രം. നിങ്ങൾ ഇന്നൊരു നങ്കൂരം ഇട്ട് നിൽക്കുന്ന കപ്പല. സ്തോത്രം. എല്ലാ നന്മകളും എന്ന് വെച്ചാൽ ആത്മീയപരമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. സ്തോത്രം. ദൈവവചനത്തിലെ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നിൽക്കുന്നിടത്ത് മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ല. ദൈവാത്മാവ് പറയുന്നു, ഞാൻ നങ്കൂരം പൊക്കാൻ പോകുക. ഓ, നങ്കൂരം ഞാൻ പൊക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളൊരു യാത്ര പുറപ്പെടും. ഓ ജീസസ്, നിങ്ങൾക്കൊരു യാത്രയുണ്ട്. അത് പല രാജ്യങ്ങളോടുള്ള നന്മകൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ സ്തോത്രം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത നന്മ നിങ്ങൾ കാണാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ ഒരു മേഘം ഇറങ്ങുന്നു. ഇനി പല ദൂതേറ്റെടുത്തോളണം കേട്ടോ, ദൂതേറ്റെടുത്തോളണം. ഇന്ന് രാത്രി ശക്തമായ ദൈവാത്മാവ് ചില കുടുംബങ്ങളോട് ഇടപെടുക. ഇന്ന് രാത്രി സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിച്ച് വന്നിരിക്കുന്നത് വളരെ ചെറിയ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നന്മയുണ്ടല്ലോ, അത് മേഘത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കും. നിങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാ, പക്ഷെ ദൈവം തരുന്നത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാ. നീ ചോദിക്കുന്നത് സ്തോത്രം ഒരു സാധാരണ കാര്യമാണെങ്കിൽ അസാധാരണ നന്മകൾ, അസാധാരണ അനുഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തെ തേടി വരാൻ പോകുക. ആമേൻ. ചിലര് പറയാറുണ്ട്, എന്റെ മാതാപിതാക്കൾ എനിക്കൊന്നും തന്നിട്ടില്ല, എന്റെ ഷെയർ എനിക്ക് ചില സ്നാനപ്പെട്ടത് കൊണ്ട് അവരൊറ്റ കുറ്റം കൊണ്ട് വെറുക്കപ്പെട്ടവരുണ്ട് കേട്ടോ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ എന്നും പ്രസംഗം പറയും. ദാവീദ് പറഞ്ഞൊരു പദം, എന്റെ ഓഹരി. ആമേൻ. യഹോവ എന്റെ ഓഹരി. എന്റെ അപ്പനമ്മമാർ തരുന്ന സ്വത്തോ സ്തോത്രം, എനിക്ക് എന്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകളോ ഒന്നുമല്ല എന്റെ ഓഹരി. യഹോവയാണ് എന്റെ ഓഹരി. ജോസഫിന്റെ എല്ലാം നഷ്ടപ്പെട്ടതാ, പക്ഷെ ജോസഫിന്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു. അവന്റെ ചേട്ടൻ അവന്റെ അപ്പൻ കൊടുത്തിട്ടില്ലെങ്കിലും അപ്പൻ അവൻ കൊടുത്തെന്നാ പറയുന്നേ. ആമേൻ. അവന്റെ അമ്മയ്ക്ക് അവൻ കൊടുത്തു. അവന്റെ സഹോദരൻ ഇന്ന് പലർക്കും ദൈവാത്മാവ് ദൂത് പറയുന്നു, നിങ്ങൾക്ക് തരാത്തവരെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയണ്ട. നിങ്ങൾ അവരുടെ മുമ്പിൽ ജോസഫിനെ പോലെ ദൈവം മാനിക്കാൻ പോകുക. ചില മാതാക്കൾ പറയണ്ട, മക്കളെ എന്റെ കയ്യിൽ തരാൻ നിനക്കൊന്നുമില്ല, സമ്പത്തൊന്നുമില്ല, നിങ്ങക്ക് ദൈവത്തെ കൊടുക്കാൻ ഒക്കുവോ?
ദൈവത്തെ സാന്നിധ്യത്തെ കൊടുക്കാൻ ഒക്കുവോ? കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഒക്കുവോ? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ തലമുറ എവിടെയായാലും അവർ യെരൂശലേമിന്റെ നന്മയെ കണ്ടിരിക്കുമെന്ന്, പാലും തേനും ഒഴുകുന്ന കാനാൻ അവരെ കണ്ടിരിക്കുമെന്ന്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൂത് ഏറ്റെടുത്തോളണം കേട്ടോ. അതുകൊണ്ട് ദൈവത്തോട് ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. ഇന്നത്തെ അവസ്ഥകളെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് വിത്തിൻ സെക്കൻഡ് മതി. ഇവിടെ പറയുകയാണ്, സ്തോത്രം, ഇവിടെ പറയുന്നു യേശു മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ടു. യേശുവിന്റെ ശിഷ്യന്മാർ മറ്റാരും കണ്ടിട്ടില്ലാത്തൊരു വെളിപ്പാട് കണ്ടതിന്റെ കൂട്ടത്തിൽ മേഘവും കണ്ടു. ഈ പണ്ടാരോ പറഞ്ഞു, മോശ എന്നാ ചെയ്തിട്ട് എന്നാ കാര്യം, കാനം കണ്ടില്ലാലോ. എൻ്റെ പൊന്നെ, മോശം കാനം കണ്ടില്ലെങ്കിലും മോശയുടെ ശുശ്രൂഷ ഇപ്പോഴും തീർന്നിട്ടില്ലെന്ന്. ആമേൻ, സ്തോത്രം. മോശ ഈ പുതിയ നിയമത്തിൽ യേശു വന്നപ്പോൾ പിതാവായ ദൈവം യേശുവിനെ ആശ്വസിപ്പിക്കാൻ മോശയെ അയച്ചെന്ന് ബൈബിൾ പറയുന്നത്. ഇനി വെളിപ്പാടിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം മോശ പിന്നെയൊരു വരവ് വരാനുണ്ടെന്ന്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും വേല ചെയ്തിട്ടുണ്ടെങ്കിൽ, ആമേൻ, അവരെയൊക്കെ ദൈവം മാനിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മോശ ഒരുപാടൊക്കെ ചെയ്തെന്നേ, അവൻ നന്നായില്ല. അവനോട് അന്നേ പറഞ്ഞത് വേണ്ടാത്ത പണിക്കൊന്നും ആ ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് ആ ചുമ്മാ അവിടെ ഇരുന്ന രാവിലെ മുട്ട, ഉച്ചക്ക് ചിക്കൻ, വൈകിട്ട് എന്താ പറയണ്ടേ മട്ടനൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് ഇരുന്ന പോരായിരുന്നോ? എന്നാ ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് മോശ ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് ഈജിപ്തിൽ ഏതെങ്കിലും പിരമിഡിന്റെ അകത്ത് കരിഞ്ഞ് കരിവാളിച്ച ഒരു ഡെഡ് ബോഡി നമ്മൾ കണ്ടേനെ അല്ലേ? അന്നത്തെ ഫറവോന്റെ രാജാവാന്ന് പറഞ്ഞ്. ഇപ്പോഴോ യുഗായുഗങ്ങൾ, നിത്യയുഗങ്ങൾ ദൈവത്തോടുകൂടെ വാഴുന്ന തേജസ്സുള്ളവനായ തീരാത്ത വെളിപ്പാട് വരെ ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപ്പാട് വരെ തീരാത്ത മിനിസ്റ്റർ ഉള്ളവനായി മോശ മാറി. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രിയിൽ വർദ്ധിച്ചു വന്നോ? നിങ്ങൾ അനുഗ്രഹം കാണാതെ, നിങ്ങൾ നന്മ കാണാതെ, തലമുറകളിലേക്ക് വ്യാപിക്കാതെ നിങ്ങളുടെ കണ്ണടയത്തില്ല. ആമേൻ. ഇന്ന് പലകളെ വിശ്വസിച്ചോ, ദൂത് ഏറ്റെടുത്തോ, ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നും വെറുതെയാകത്തില്ലെന്ന്. ആമേൻ. മോശയുടെ ശുശ്രൂഷ തീർന്നിട്ടില്ല കേട്ടോ. ഏലിയാവോ, സ്തോത്രം, ഏലിയാവ് മരിച്ചെന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ലല്ലോ. ഏലിയാവിനെ ദൈവം മുകളിലോട്ട് എടുത്തു. ആമേൻ. ഏലിയാവ് ഒരു ഓട്ടം ഓടിയതാ. എന്നാ ഓട്ടം ഓടിയെന്നറിയാമോ? കാരണം എന്താ, നമുക്ക് ഒരുപാട് പറയാനുണ്ട് കേട്ടോ, എങ്കിലും ടച്ച് ചെയ്തിട്ട് പോകാം. ഏലിയാവിന്റെ പിറകെ ഏലീശ വരുമ്പം ഏലിയ പറഞ്ഞ, മോനെ നീ എൻ്റെ കൂടെ വരണ്ടടാ. ഞാൻ വേറെ രീതിയിൽ അത് പ്രസംഗിക്കാറുണ്ട്, പക്ഷെ ദൈവാത്മാവ് എനിക്ക് തരുന്ന നിയോഗപ്രകാരം ഞാനൊന്ന് പറയാം. എന്താന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഏലിയാവിന് മടുക്കാൻ കാര്യം എന്താ? ഒരിക്കൽ ചൂരച്ചെടിന് കീഴപ്പോയി ഒരുപാട് നിലവിളിച്ചതാ. ഈ ഒരുപാട് കാലം ആത്മാർത്ഥമായി ദൈവവേല ചെയ്തൊരു ദൈവദാസനായ ഏലിയാവ്. പക്ഷെ ആരും കൂടെ നിന്നില്ല. ദൈവത്തോട് നിലവിളിച്ച്, ദൈവമേ ആരും കൂടെയില്ല കർത്താവ് എന്ന് പറഞ്ഞപ്പം ദൈവം പറഞ്ഞൊരു പദമുണ്ട്, ബാലിന് മുട്ടുമടക്കാത്ത, അവന് ചുംബിക്കാത്ത വായുള്ളവരായ 7000 പേരെ മോനെ ഏലിയാവെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. ശുശ്രൂഷ നിന്റെ കുടുംബ സ്വത്തല്ല, ശുശ്രൂഷ എൻ്റെ വക. അതുകൊണ്ട് നീ അധികം ഒന്നും ഭാരപ്പെടണ്ട. ഞാൻ സ്തോത്രം 7000 പേരെ ശേഷിപ്പിച്ചിട്ടുണ്ട്. അവർ സ്തോത്രം ദൈവരാജ്യം പണിയാൻ ഞാൻ അവർ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസബേലിന്റെ വെല്ലുവിളി, ഓട്ടം, സ്തോത്രം, ഒളിവ് താമസം, ഇതെല്ലാം ആയി. അവസാനം ഏലീശ വന്നപ്പോൾ പറഞ്ഞു, മോനെ ഈ വേലയൊന്നും വേണ്ടടാ മോനെ, നീ ഗിൽഗാലിൽ പാർത്തോ, നീ ബേഥേലിൽ പാർത്തോ, അവിടൊക്കെ നീ നിന്നോ, ഞാൻ പോവുക. സ്തോത്രം. അപ്പൊ ഏലീശ പറഞ്ഞു, പറ്റിയല്ല, എനിക്ക് കൃപ കിട്ടാതെ ഞാൻ പോകത്തില്ല. അന്ന് ഏലിയാവ് സ്തോത്രം കടലും കടന്ന് അക്കരെ എത്തി. അക്കരയിൽ നിന്ന് അഗ്നിരഥ അശ്വങ്ങളും അഗ്നിമയമായ രഥങ്ങളൊക്കെ വന്ന് സ്തോത്രം ഏലിയാവിന്റെ മുകളിലോട്ട് പൊക്കിയതാ. അപ്പൊ ആളുകൾ പറഞ്ഞു, സ്തോത്രം, കൂടെയുള്ളവർ പറഞ്ഞു, ഏലിയാവിനെ വല്ല മലയിലും കൊണ്ടുപോയിട്ട് ആത്മാവ് ഇട്ടുകണം. അതേ ആത്മാവിന് ഇപ്പൊ അതിന്റെ പണി. സ്തോത്രം. പൊക്കാൻ അറിയാമെങ്കിൽ എത്തിക്കാനും ദൈവത്തിന് അറിയാം. മനസ്സിലായില്ല എടോ? അന്ന് പൊങ്ങിയതാ മറുരൂപ വഴി വെളിപ്പെട്ടത്. ഓ സ്തോത്രം. നീ വഴി വെച്ച് നിന്നെ വഴിയിലിട്ട് മറ്റുള്ളവർ പറഞ്ഞ് നിന്നെ വഴിയിലിടുവെന്നാ. ഏലിയാവിനെ വഴിയിട്ടെന്ന കൂടെയുള്ളവർ ബേഥേലിലെ ശിഷ്യന്മാര് പറഞ്ഞ പദവാ ഞാൻ പറയുന്നത്. അവർക്കൊരു വെളിപ്പാടും ഇല്ലെന്ന്. ഏലിയാവ് ആരാന്ന് പറയത്തില്ല, തീ എന്താന്ന് പറയത്തില്ല, ദൈവസാന്നിധ്യം എന്താന്ന് അറിയത്തില്ല. നാട്ടുകാർ പറഞ്ഞത് നീ കേൾക്കണ്ട. ഏലിയാവേ, നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ, നിന്നെ അഗ്നിമേരശ്വത്ത് പൊക്കിയത് ദൈവമാണെങ്കിൽ, നിന്നെ എവിടെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ ദൂതാണിത്, ദൈവത്തിന്റെ ദൂത. സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഷൈനി സിസ്റ്റർ, ഷൈനി എന്നല്ല പേര് സിസ്റ്ററെ. ഓക്കെ. ദൈവത്തിന് ആത്മാവ് പറയുന്നു, നിങ്ങളെ വിളിച്ചെങ്കിൽ എങ്ങോട്ട് പോകണമെന്നൊന്നും നിങ്ങൾ ഒരുപാട് ചിന്തിക്കണ്ട. സ്തോത്രം. നിങ്ങളെ പൊക്കിയവൻ വഴിയിലിട്ട് പോകത്തില്ല. ദൈവാത്മാവ് പറയുന്നു. സ്തോത്രം. ദൈവാത്മാവ് പറയാണ്,
USA ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വെളിപ്പെടാൻ പോവാം. USA ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ? സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ വഴി വെളിപ്പെട്ടു വരും. ഊടാ മാന ശന്തല രകൽക്കമാന വൈഡാ മനമന ദൂരമൻ കടാരകൽക്കമാന. ബൈബിളിൽ ഒരു വാക്യ ദൈവാത്മാവിനെ ഓർപ്പിക്കുന്നു. നിന്റെ ഒരു സന്തതിയോട് അപ്പുറത്ത് കുറ്റിയടിക്കാൻ പറയാ, നിന്റെ മറ്റേ സന്തതിയോട് അപ്പുറത്തേക്ക് നീ കുറ്റിയടിക്കുക. അങ്ങനെ വാക്യം ഞാൻ ഓർക്കുന്നു, ആ വാക്യത്തെ റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു, സ്തോത്രം, ചില സ്ഥലങ്ങളിൽ കുറ്റിയടിച്ചുറപ്പിച്ച് എന്തോ ചില ടെന്റുകൾ പോലൊക്കെ പണിയുന്നത് പോലെ എന്തോ ശുശ്രൂഷ മേഖലകളിൽ ദൈവത്തിന്റെ ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട് വെളിപ്പെട്ട് വരും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കുക, സ്തോത്രം, നിങ്ങളെ വിളിച്ച ദൈവം, നിങ്ങളെ പൊക്കിയ ദൈവം, സ്തോത്രം, നിങ്ങളെ വീണു പോകും എന്ന് പറയുന്നവരുടെ മധ്യത്തിൽ നിങ്ങളെ ഉയർത്താൻ പോകുക, നിങ്ങളുടെ ഭവനത്തെ ദേശത്ത് ഉയർത്താൻ പോകുക. ഈ ദിവസങ്ങളിൽ ഈ ദൈവാത്മാവിനോട് പറഞ്ഞു, ഉണങ്ങിയ ചില സ്ഥലങ്ങൾ നനച്ച് അതിനെ ഗ്രീൻ കളറാക്കി മാറ്റുന്നത് പോലൊരു ശുശ്രൂഷ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നിടത്തൊക്കെയും ചലിക്കാത്തത് ചലിക്കും, ചത്തത് ജീവിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ദിവസങ്ങൾ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോകുക. ചില ചത്ത് കിടക്കുന്ന സഭകളും ചില ചത്ത് കിടക്കുന്ന മീറ്റിങ്ങുകളിലും ഒരു ഉണർവിന് വേണ്ടി നിങ്ങൾ കുടുംബമായി ദൈവം ഉപയോഗിക്കും. ഊടാമാന ജുബദൽക്കമാന. നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കുടുംബമായി ചില സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വരുന്നത് പോലെ നിങ്ങളുടെ ഒന്നുമില്ലായ്മയിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഊടൽ കമന ശന്തല അരകൻ കമാന ജൂത ഹതിരജൽ കമാന ദൂര ഹന്തുല അരകൽ കമാന. ഈ ദിവസങ്ങളിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വച്ഛതയുള്ള വെള്ളത്തിലേക്ക് അവനെ നടത്തുന്നു എന്ന് നിങ്ങൾ സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകൾ വെളിപ്പെട്ട് വരുമെന്ന് ദൈവാത്മാ പറയുന്നു. ദൈവമേ, ഒരു വലിയ വൃക്ഷം പടർന്നു കയറുന്നത് പോലെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുകയിൽ നന്ദി, അങ്ങ് ബ്ലസ് ചെയ്യാൻ നന്ദി. ഈ ഏലിയാവ് തീർന്നു, മോശ തീർന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. സ്തോത്രം. ഞാൻ എൻ്റെ കൊച്ചു ശുശ്രൂഷയായിട്ട് പോയപ്പോൾ ആ ബിനീഷല്ലേ, അവനോട് എത്താനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞതാ. സ്തോത്രം. ഇന്ന് പലർക്കും ഞാൻ അവരൊന്നും പറഞ്ഞ് അവിടെ വായിൽ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റട്ടെ, നമുക്ക് ധൈര്യമായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യാം എന്ന് പാൽക്കാലം. സ്തോത്രം. നമുക്ക് ദൈവം ഒരുക്കുന്ന വേദികൾ, നമുക്ക് ഒരുക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവം നമ്മൾ അയക്കാൻ പോകുക. ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഇന്ന് ദൈവത്തിന്റെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 54-ാം വാക്യം. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഈ ഒരു വാക്യം മേഘത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വായിച്ചപ്പോൾ സ്തോത്രം, എന്താണ് ദൈവാത്മാവ് സംസാരിക്കുന്നത് എന്ന് അറിയാൻ ഞാൻ വളരെ ആഗ്രഹിച്ചു. അപ്പൊ ദൈവാത്മാവ് തന്നിരിക്കുന്ന ഒരു ആലോചന വളരെ അത്ഭുതപ്പെടുത്തി. ഇവിടെ പറയുന്നത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അപ്പം പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പെരുമഴ വരുമെന്നുള്ളത്. അപ്പൊ ഈ പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുക എന്ന് പറഞ്ഞാൽ എന്താന്ന് പലർക്കും അറിയത്തില്ല, മനസ്സിലായില്ല. നമുക്ക് ദൈവവചനത്തിന്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങിയാൽ അത് മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 11-ാം അധ്യായം 21-ാം വാക്യത്തിലോട്ട് പോകണം. ആവർത്തന പുസ്തകം 11:23. ഇവിടെ ഇരിക്കുന്നവർ ദൂത് ഏറ്റെടുത്ത് തുടങ്ങട്ടോ. യഹോവ ഈ ജാതികളെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും, നിങ്ങളെക്കാൾ വലിപ്പവും ബലമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. ഇത് വാക്തത്വമാണ്. അതിന്റെ താഴ്ത്ത വാക്യം ഒന്ന് വായിച്ചോണം. 24-ാം വാക്യം. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെ നിങ്ങൾക്കാകും, നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലെബാനോൻ വരെയും ഫ്രാത്ത് മുതൽ പടിഞ്ഞാറെ കടൽ വരെയാകുമെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എവിടെ അവസാനിക്കുന്ന അറിയുമോ? ഈ പടിഞ്ഞാറെ കടലിൽ നിന്ന മേഘം പൊങ്ങുന്നത്. ഓ, ഈ മർമ്മം എത്രക്ക് മനസ്സിലായി? നിങ്ങൾ ഒരു പക്ഷേ ഇതിന്റെ മുന്നിൽ ഒരു മെസ്സേജ് കേട്ടിട്ടില്ലായിരിക്കും. കാരണം ഇത് ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. സ്തോത്രം. ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. ബൈബിൾ പറയുകയാണ് ആവർത്തന പുസ്തകത്തിൽ, യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമ്പോൾ, ദൈവം നീക്കാൻ പോകുന്ന ജാതികളുണ്ടല്ലോ, നിന്നേക്കാൾ ചെറിയവരല്ല കേട്ടോ, നിങ്ങൾക്കാൾ വലിയവരാ. നിന്റെ പ്രശ്നം നിന്നേക്കാൾ വലിയതാണെന്ന് അറിയാം ദൈവത്തിന്. ഗോലിയാത്ത് ദാവീദിനേക്കാൾ ചെറിയവരായിരുന്നില്ല, ദാവീദിനേക്കാൾ വലിയവനായിരുന്നു. അല്ലേ?
ഹാമാൻ വലിയവനായിരുന്നു. കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ പാസ്റ്റർ M.A. വർഗീസ് അങ്കിൾ എൻ്റെ ആത്മീയ പിതാവാണ്. ആത്മീയ പിതാവ് എന്നൊക്കെ പറയുമ്പോൾ ആ ചർച്ചിൽ വർഷങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഞാൻ 25,000 പേര് കൂടുന്ന വലിയൊരു സഭയാണ്. സ്തോത്രം. M.A. വർഗീസ് പാസ്റ്റർ പ്രസംഗിക്കുന്ന ഒരു പദമുണ്ട്. എന്താണെന്നറിയാമോ? ഈ പൂച്ച എലിയെ കൊല്ലുന്നത് വലിയ കാര്യമല്ല, ഒരു ആന ഉറുമ്പിനെ കൊല്ലുന്നത് വലിയ കാര്യമല്ല. അതൊക്കെ നാട്ടിൽ നടക്കുന്ന സാധാരണ കാര്യമാണ്. പക്ഷെ ഒരു എലി ഒരു പൂച്ചയെ കൊന്നെന്ന് പറഞ്ഞാൽ, ഒരു ഉറുമ്പ് ഒരു ആനയെ കൊന്നെന്ന് പറഞ്ഞാൽ അതാണ് അത്ഭുതം. ആമേൻ. ഈ ഗോലിയാത്ത് ദാവീദിനെ കൊന്നെന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമൊന്നുമല്ല. അങ്ങനെ സംഭവിക്കും. കാരണം ദാവീദ് ചെറിയ പയ്യനാ. നിന്നെക്കാൾ വലിയവനുണ്ടല്ലോ, അവൻ നിന്നെ തീർത്തെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നിന്നെപ്പോലൊരു ബലഹീനൻ വലിയന്മാരെ തകർത്തെന്ന് പറഞ്ഞാൽ അതാണ് സൂപ്പർ നാച്ചുറൽ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? യഹോവയായ ദൈവം നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം എന്തെന്നറിയാമോ? നിന്റെ ചെറിയ പ്രതിസന്ധിയെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവെ വിടിവിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പോകാനല്ല, മറിച്ച് നിന്നെക്കാൾ വലിയവനെ, നിന്നെക്കാൾ ഉയർന്നവനെ, നിന്നെക്കാൾ ശക്തനെ, സ്തോത്രം, തകർത്ത് മുന്നേറുന്ന ഒരു അഭിഷേകം, തകർത്ത് മുന്നേറുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ചിലതിന് വേണ്ടി പകരാൻ പോകുക. നിന്നെക്കാൾ കഴിവുള്ളവൻ, നിന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവൻ, നിന്നെക്കാൾ അറിവുള്ളവൻ, അവനെക്കാട്ടിലും നിന്നെ ഉയർത്തുന്നതാണ് ദൈവപ്രവൃത്തി. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കഴിവിനേക്കാൾ ജോസഫ് മന്ത്രിസ്ഥാനത്തിരുന്നത് ജോസഫിന്റെ കഴിവല്ലായിരുന്നല്ലോ. ദാവീദ് രാജസ്ഥാനത്തിരുന്നത് പുൽപ്പുറത്ത് ആടുകളെ മേയിച്ച ദാവീദിന് എന്ന യോഗ്യതയാ. എന്റെ പൊന്നെ, ഏറ്റവും താഴ്ചയിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുക കേട്ടോ. ഒന്നുമില്ല, ദൈവം നിന്നെ മാനിക്കാൻ പോകുക. പഴയ നിയമത്തിലൊരു ജോസഫേ ഉള്ളൂ, പഴയ നിയമത്തിലൊരു ദാവീദേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങളെല്ലാവരും ദാവീദാ, പുതിയ നിയമത്തിൽ നിങ്ങളെല്ലാവരും ജോസഫാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ നന്മ ഏറ്റെടുത്തോ. ഇന്ന് പകൽക്കാലം ജോസഫിന്റെ നന്മ, ദാവീദിന്റെ നന്മ, ദാനിയേലിന്റെ നന്മ, ജോഷുവയുടെ നന്മ, ഏലിയാവിന്റെ നന്മ ഇവിടെ ഇരിക്കുന്നവരുടെ തലമുകളിൽ ദൈവം പകരുകയാ. ഓ, ആ മേഘം ഇറങ്ങുകയാ. ദൈവാത്മാവ് പറയുകയാണ്. സ്തോത്രം. ചിലതിന്ന് മടങ്ങിപ്പോകുമ്പോൾ സ്തോത്രം, ആമേൻ, വന്നതുപോലെയല്ല കേട്ടോ. ഒരാത്മാവിന്റെ നിറവിൽ മടങ്ങിപ്പോകും. ആമേൻ, സ്തോത്രം. ഇന്ന് നിന്റെ മുൻപിൽ പുലിയെ പോലെ നിന്നതൊക്കെ നിന്റെ മുമ്പിൽ പൂച്ചയെ പോലെ ആകാൻ പോകുക. നിന്റെ മേലെയുള്ള രോഗബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ മാറാൻ പോകുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓൺലൈൻ മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മീറ്റിങ്ങിൽ ഒരു സഹോദരൻ ഇതുപോലൊരു മീറ്റിങ്ങിൽ കയറി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫോണെ വിളിച്ചു, ഇവിടുത്തെ വാട്സപ്പിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്നെ വിഷയം, അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന്. ഞാൻ സാധാരണ പോലെ പ്രാർത്ഥിച്ചു, കർത്താവേ യേശുവിൻ നാമത്തിൽ ക്യാൻസർ സൗഖ്യമാകട്ടെ, വചനം അയച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്തോത്രം, അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോയി. പിന്നെ ഒരു വിവരവുമില്ല. ഒരു വർഷത്തോളം. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നാട്ടിലോട്ട് പോയ സമയത്ത് ഒരു സഭയിൽ ദൈവജനം പ്രസംഗിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ അവിടെ വചനം പ്രസംഗിച്ച് വെളിയിലോട്ടിറങ്ങി എൻ്റെ കാർ പാർക്ക് ചെയ്ത് എടുത്തോട്ട് പോയപ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുക്ക വന്ന് ചോദിക്കുക, എന്നെ ഓർക്കുന്നോ? ഞാൻ ചോദിച്ചു, എനിക്ക് മുഖം കണ്ട് പരിചയമുണ്ട്, പേരൊന്നും ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാണ്, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചു, ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കരുതി അമ്മ മരിച്ച കാര്യം പറയാൻ നിൽക്കുകയായിരിക്കുമെന്ന്. പക്ഷെ അദ്ദേഹം എന്നോട് പറയാണ്, സ്തോത്രം, എൻ്റെ അമ്മയുടെ ക്യാൻസർ സൗഖ്യമായി. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് പോലെ ഞാനും അന്തം വിട്ടുപോയി. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനൊരു പത്രോസാ. പണ്ട് സ്തോത്രം പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ശക്തി തരുമ്പോൾ ഞാനങ്ങ് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ പിശാച് എന്നോട് പറയും, നടക്കത്തില്ല വിനീഷെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സൗഖ്യമായോ? എന്നിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സഹോദരൻ എന്ന് എന്നെ വിളിക്കാൻ. അപ്പൊ അദ്ദേഹം പറയാണ്, സൗഖ്യമായില്ലേ, പിന്നെ എന്നാത്തിനെ വിളിക്കുന്നത്? സ്തോത്രം. ഇന്ന് പാൽക്കാൻ ഞാനൊരു ദൂത് പറയട്ടെ. നിന്നെക്കാൾ വലിയ രോഗങ്ങൾ, നിന്റെ മനസ്സിനെ തകർക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഫൈനാൻഷ്യൽ സ്ട്രഗിളുകൾ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാനൊരു ദൂത് പറയാം. സ്തോത്രം. നിന്നെക്കാൾ ബലവാന്മാരെ തകർക്കാനാണ് നിന്റെ കൂടെ ഒരു അഭിഷേകം പകർന്നിരിക്കുന്നത്. ആമേൻ. നിന്നെക്കാൾ ബലവാൻ. അപ്പൊ പറയും, വിനിഷ നടക്കുവോ? നടക്കാതെ പിന്നെ സ്തോത്രം
നമ്മുടെ ദൈവത്തിന് അസാധ്യം, ദൈവത്താൽ കഴിയാത്തത് വല്ലതും ഉണ്ടോ എന്ന് ബൈബിൾ ചോദിക്കുന്നത്. ലാസറിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് സഹോദരി പറഞ്ഞത് പുനരുദ്ധാനത്തിൽ അവൻ ഉയർക്കുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു പുനരുദ്ധാനത്തിൽ ഉയർക്കുന്നത് പറയാനല്ലടാ ഞാൻ വന്നേ, വിശ്വസിച്ചാൽ നീ ഇപ്പൊ ദൈവത്തിന്റെ മഹത്വം കാണും. പുനരുദ്ധാനത്തിൽ ഉയർക്കും എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞ കാര്യമാ, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് വെളിപ്പാടാ, ദൂതേറ്റെടുത്തോ. വിശ്വസിച്ചാൽ നീ ഇന്ന് ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുക. ആത്മമണ്ഡലത്തിൽ സാത്താന്യ മേഖലകൾ ഞാൻ വെട്ടുക, ആത്മമണ്ഡലം സാത്താന്യ മേഖലകൾ ഞാൻ വെട്ടുക. സ്തോത്രം. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ചില മേഖലകളെ പണിതെടുത്തോണ്ടിരിക്കുക, ചിലരെ പണിതെടുത്തോണ്ടിരിക്കുക. മീറ്റിംഗിൽ വലിയൊരു മാറ്റം വരും. അത് നിങ്ങൾ കാണും, വലിയൊരു മാറ്റം. പണ്ട് ഒഴുകിയതിനെക്കാട്ടിലുമുള്ള ആത്മാവിന്റെ മണ്ഡലം ഈ മീറ്റിംഗിൽ ഇറങ്ങി വരാൻ പോകും. വരും ദിവസങ്ങളിൽ നിങ്ങളിത് കാണാൻ പോകുകയാണ്. ഈ മീറ്റിംഗിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ പോകുക, വലിയ ഒഴുക്കുകൾ നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. പ്രത്യാശയോടുകൂടെ ജനം കയറാൻ പോകുക, പ്രത്യാശയോടുകൂടെ. ഇന്ന് പൽക്കാല വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഇന്ന് ദൈവം സ്തോത്രം ഇവിടെ ഇരിക്കുന്ന ചില ദാവീദുമാരെ ദൈവം ചില സ്ഥാനങ്ങളിലോട്ട് ഉയർത്തുന്നത് പോലെ, മക്കളെ കുറിച്ച് ഓർക്കുന്ന മാതാപിതാക്കൾ ദൈവാത്മാ പറയുന്നു അവരൊക്കെ ചില മേഖല ഉറപ്പിക്കുന്നത് പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടും. 1 മണിക്കൂർ ആവാറായി പ്രസംഗിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുക്കാം, 5 മിനിറ്റ് കൂടെ. സ്തോത്രം. ഈ പടിഞ്ഞാറേ കടലിൽ നിന്ന് മേഘം പൊങ്ങുകയാ. നേരത്തെ പറഞ്ഞ പടിഞ്ഞാറ് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഉള്ളങ്കാൽ ചവിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തരാനാ. ഇതാ ദൈവാത്മാവ് എന്റെ കയ്യിൽ തന്നത്. ഈ പടിഞ്ഞാറെ കടലിൽ നിന്ന് മേഘം പൊങ്ങുന്നത് എന്തിനാണെന്നറിയാമോ? ഫ്രാത്ത് മുതൽ ലെബാനോൻ വരെ നിങ്ങളുടെ അതിരാകാൻ പോകുക. സ്തോത്രം. വീടില്ലാത്തവർ പ്രാർത്ഥിച്ചോ കേട്ടോ, വീടില്ലാത്തവർ പ്രാർത്ഥിച്ചോ, ലോണുള്ളവർ പ്രാർത്ഥിച്ചോ, ജീവിതത്തിൽ സന്തോഷം ഉറക്കം നഷ്ടപ്പെട്ടവർ പ്രാർത്ഥിച്ചോ. പടിഞ്ഞാറ് നിന്നൊരു വേഗം പൊങ്ങും, അത് നിന്നെ ഉയർത്താനാ. ഓ സ്തോത്രം. ദൈവാത്മാനെ ഏൽപ്പിച്ച ദൂത. ഓ ദൈവിക ആലോചനക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് കത്തിക്കൊണ്ടേ ഇരിക്കും. ഇത് കത്താൻ തുടങ്ങിയാലുണ്ടല്ലോ, ഇത് നടക്കുന്നത് വരെ കത്തുവെന്ന് ദൈവാത്മാ പറയുക. കത്തുക, ഇത് കത്തിക്കൊണ്ടിരിക്കുക ചിലതിന്റെ അകത്ത്, ഇത് നടക്കാൻ പോകുക ചിലതിന്റെ അകത്ത്. പടിഞ്ഞാറ് നിന്നൊരു മേഘം പൊങ്ങിയാലുണ്ടല്ലോ ചിലതിന്റെ അതിരി വിസ്താരമാകും. എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്ത പോലെ ദൈവസാരം ഞാൻ ഉപയോഗിക്കുക, പ്രസംഗിക്കാൻ പറ്റാത്ത പോലെ ദൈവവചനത്തിൽ കൂടിയുള്ള ശക്തി എന്റെ മേൽ വ്യാപരിച്ചോണ്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് 2 ചാട്ടം ചാടി എന്റെ മുമ്പിൽ ലാപ്ടോപ്പ് തെറിച്ചു വന്നോണ്ട് ഞാൻ മിണ്ടാതിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം. വീണ്ടും ഒരു വാക്യം കൂടെ റെഫറൻസ് തരിക. ജോഷുവ 1:3. നിങ്ങൾ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ജോഷുവേ, അന്ന് പൊങ്ങിയ മേഘം ഉണ്ടല്ലോ, അത് ഇന്നും നിന്നിട്ടില്ലത്. ചിലത് പറയാറുണ്ട്, ഓ മോശയ്ക്ക് എന്നാ ചാട്ടായിരുന്നെ, കാനാൻ കാണിക്കാതെ പോയി. ആര് പറഞ്ഞടാ വിശാജേ? കാനാൻ കാണിക്കാതെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. നീ സകലവും വിട്ട് ദൈവഭാഗത്ത് ഇറങ്ങിയെങ്കിൽ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയെങ്കിൽ നീ നന്മ പ്രാപിക്കത്തില്ലെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ നിന്റെ തലമുറയെ കാനാനിലേക്ക് എത്തിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടും. ഉടലാ ഹന്തുല അരകൽക്കമാന. ബൈബിൾ പറയുകയാണ്, ജോഷുവേ നീ ചവിട്ടിക്കോ, ചവിട്ടി കേറിക്കോ. നീ ചവിട്ടുന്നതൊക്കെയും നിനക്ക് ലഭിക്കാൻ പോകുക. വിശ്വാസത്തെ ചവിട്ടാൻ തയ്യാറായിക്കോ. പൈശാചിക മണ്ഡലങ്ങളെ ചവിട്ടിക്കോ. നന്മകളിലോട്ട് വിടിരിക്കുന്ന ദൈവജനത്തിന് ദൈവം നടത്താൻ പോകുക. ശിബല ഹൽക്കമന അംദല വൈഡമന. നിങ്ങൾ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചോ നിങ്ങൾക്ക് തരാം. അടുത്തത് 4-ാം വാക്യം. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്ര ദേശമൊക്കെ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ നിങ്ങളുടെ അതിരായിരിക്കും. എന്തുവാ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ പോയേ? അവിടുന്നാണ് ഈ സംഭവം പൊങ്ങുന്നത്. എത്ര പേർക്ക് മനസ്സിലായി അവിടുന്നാണ് ഈ സംഭവം പൊങ്ങുന്നേന്ന്? ഇന്ന് പകൽക്കാലം ആ കടലിന്റെ അകത്തു നിന്നും ദൈവത്തിന്റെ നന്മ പൊങ്ങുക. അതുകൊണ്ട് യേശു പുതിയ നിയമത്തിൽ പറഞ്ഞ എന്താണെന്നറിയാമോ? ലൂക്കോസ് 12:54 പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് പകൽക്കാലം സ്തോത്രം പെരുമഴ വരാൻ പോകുക. വചന വെളിപ്പാടാണ് ഞാൻ പറയുന്നത്.
ഏറ്റെടുത്ത് വചന വെളിപ്പെടുന്നത് എല്ലായിടത്തും കിട്ടത്തില്ല കേട്ടോ, എല്ലായിടത്തും കിട്ടത്തില്ല. പെരുമഴ വരാൻ പോകുക. യേശു പറഞ്ഞു പടിഞ്ഞാറ് മേഘം പൊങ്ങുന്നെങ്കിൽ പെരുമഴ. ഓ റീബ ഹദുര ജഗൽഖമാന ശംദല വൈഡമാന ദൂര റഗൽഖമാന സന്ദേരകനെ. ഇന്നുള്ള പെരുമഴ ചില കുടുംബങ്ങൾക്കകത്ത് അടിക്കാൻ പോകുക. പെരുമഴ നിങ്ങളുടെ കുടുംബത്തിലോട്ട് വരും. ഓ റീബ അരകന. നിങ്ങളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ നന്മകൾ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം ദൈവം നന്മകളുടെ വഴികൾ തുറക്കാൻ പോകുക. തലമുറകളോടുള്ള ബന്ധത്തിലുള്ള വെല്ലുവിളികൾ ദൈവം അഴിച്ചു മാറ്റും. സ്തോത്രം. ചില വെല്ലുവിളികളുണ്ട്, ചില വെല്ലുവിളികൾ. സ്തോത്രം. ചില പെനീനയുടെ ചോദ്യങ്ങളുണ്ട്. സ്തോത്രം. ദൈവാത്മാവ് പറയുകയാണ് ഈ ദിവസം ഞാനതിനെ അയച്ചു മാറ്റും. സ്തോത്രം. നിങ്ങളുടെ കുടുംബമായി ദൈവം സ്തോത്രം ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ, ചില ബ്ലെസ്സിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. പ്രവാചകൻ പറഞ്ഞു നാളെ ഈ നേരമാകുമ്പോൾ ദൈവം ശേക്കൽ നിത്രസയ ഗോതമ്പുമാവും ശേക്കൽ നിത്രസയ സംഭവങ്ങളൊക്കെ വിൽക്കും. അപ്പോൾ വാതിൽ കാവൽക്കാരൻ പറഞ്ഞു ആകാശത്തിലെ കിളിവാതിൽ തുറന്നാലും നടക്കത്തില്ലെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നാലും നടക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പെരുമഴ പെയ്യിക്കാൻ പോകുക. ദൂത് ഏറ്റെടുത്തോ, പെരുമഴ പെയ്യിക്കാൻ പോകുക. അത് ചില വിദ്യാഭ്യാസ മണ്ഡലങ്ങൾ, ചില ജോലി ബന്ധങ്ങൾ, സ്തോത്രം, ഫൈനാൻഷ്യൽ മേഖലകൾ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ ചിലത് സീൽ ചെയ്ത് തരുന്നത് പോലെ, ചില രാജ്യങ്ങളുടെ വിസ സീൽ ചെയ്യുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് ചില നന്മകൾ വെളിപ്പെടുത്താൻ പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. എല്ലാ മേഖലകൾ അടഞ്ഞാലും ദൈവത്തിന്റെ വഴി തുറന്നിരിക്കും. ആമേൻ. സ്തോത്രം. ഈ ദൈവവചനം പ്രസംഗിച്ച തീരത്തില്ല, എന്റെ സമയം തീർന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചു തുടങ്ങിയത് എന്താണെന്നറിയാമോ? മേഘം. ആമേൻ. സമയം പോയത് അറിഞ്ഞില്ലല്ലേ? ദൈവസാന്നിധ്യം വന്നാൽ അങ്ങനെ സമയം പോകുന്ന അറിയത്തില്ല, അങ്ങ് ഇരിക്കും. പൗലോസ് അർദ്ധരാത്രി വരെ പ്രസംഗം നീട്ടി യൂത്തിക്കോസ് മുകളിൽ നിന്ന് വീണ് മരിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ അർദ്ധരാത്രി വരെ പ്രസംഗമൊക്കെ നീട്ടാൻ പറ്റും ആത്മസാന്നിധ്യം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇന്ന് ഇറങ്ങി ആത്മസാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആത്മസാന്നിധ്യത്തിൽ ഇന്ന് രാത്രി, ഇവിടെ രാത്രി 9:30 മണിയായി. ഇന്നൊന്ന് നന്നായിട്ട് ഉറങ്ങണം. സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ മീറ്റിംഗിൽ വലിയൊരു ഒഴുക്ക് വരാൻ പോകുക. ഇന്ന് പകൽക്കാലം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ദൂത് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ സ്തോത്രം സത്യമായിരിക്കുന്ന മേഖലകളിൽ നിന്നും നിങ്ങളെ തെറ്റിച്ച് കളയുവാൻ പിശാച് ചില വെല്ലുവിളികൾ നടത്തുന്നുണ്ട്. സ്തോത്രം. അടിസ്ഥാനമില്ലാത്ത മേഖലകളിലേക്ക് നിങ്ങളെ മാറ്റിക്കളയുവാൻ പിശാച് ചില വെല്ലുവിളികൾ നടത്തുന്നുണ്ട്. ദൈവാത്മാവ് ഇപ്രകാരം പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു പുതിയൊരു അടിസ്ഥാനം ഇന്നത്തെ മീറ്റിംഗിൽ ദൈവം ഇടുക. സ്തോത്രം. അത് ആത്മമണ്ഡലമാണ്. ദൈവാത്മാവ് പറയുന്നു ആത്മമണ്ഡലത്തിൽ ദൈവം നിങ്ങൾ ഉറപ്പിക്കും. ഉടര ഹന്തുര വൈഡ രാജ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പുതിയ ചില തലങ്ങളിലോട്ട് കയറുന്നത് പോലെ, ചില പുതിയ തലങ്ങളിലോട്ട് കയറുന്നത് പോലെ, സ്തോത്രം, ചില പുതിയതായിരിക്കുന്ന സ്തോത്രം ആത്മിക നന്മകളിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദൈവം. ആത്മിക നന്മകളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക മേഖലകൾ സെറ്റിലാകുന്ന ദൈവം പറയുന്നു. ആമേൻ. നിങ്ങൾ മലമുകളിലോട്ട് കയറാൻ തയ്യാറാകട്ടെ, പ്രാർത്ഥന റൂമിലോട്ട് കയറാൻ തയ്യാറാകട്ടെ. ദൈവാത്മാവ് 6 മാസത്തിന്റെ അകത്ത് വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. 2025 നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത വർഷമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ അടഞ്ഞു പോയിരിക്കുന്ന ഹന്നായിയുടെ ഗർഭത്തെ ദൈവം അടച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അടഞ്ഞു പോയിരിക്കുന്ന പലതിനെയും ദൈവം ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിത്തെ മീറ്റിംഗിൽ ദൂത് ഏറ്റെടുത്തോ, ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്റെ മുൻപിലായിരിക്കുന്ന ഈ ദിവസങ്ങൾ സ്തോത്രം ചില ചോദ്യ ചിഹ്നങ്ങളുടെ മുന്നിൽ നിങ്ങളായിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് രാത്രി ചില ചോദ്യങ്ങൾ, ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ ദൈവത്തിന്റെ ആത്മാ പറയുന്നു ഞാൻ ചില ഉത്തരം നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. ഉടര ഹത്തിര ഹസ്തരാജകൽക്കമാന. ചില ഉത്തരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. ഈ മരുഭൂമിയിൽ ഞാൻ വീണ് മരിക്കുമെന്ന് ഇസ്രായേൽ ജനം പറഞ്ഞു. ദൈവം പറഞ്ഞു ഇല്ല, ഞാൻ നിന്നെ പോഷിപ്പിക്കാൻ പോകുകയാണ്. മന്നയാലും കാടപ്പക്ഷിയാലും അവരുടെ ചെരുപ്പ് തഴിഞ്ഞില്ല, സ്തോത്രം, വസ്ത്രം പഴകിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഴി വെച്ച് തീരുമെന്ന് ചിന്തിച്ച മേഖലകൾ ദൈവാത്മാവ് ദർശിക്കുക. ഈ ദിവസങ്ങളിൽ സ്തോത്രം ചില കാനാന്റെ നന്മകൾ നിങ്ങൾക്കുണ്ട്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലെ തലമുറകളോടുള്ള ബന്ധത്തിൽ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തികൾ
നിങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലൊക്കെയും ദൈവിക വെളിപ്പാടുകൾ ഒപ്പടായി വരുന്നത് പോലെ, സ്തോത്രം, വെളിപ്പാടുകൾ ഒപ്പടായി വരുന്നത് പോലെ. സിസ്റ്ററുടെ ജീവിതത്തിൽ സുവിശേഷ വിലയുന്ന ആരെങ്കിലും ഉണ്ടോ? സുവിശേഷ വിലയുന്ന ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നില്ല? ഉണ്ടോ? സുവിശേഷ വിലയുന്നത് അല്ലെ? ഓക്കെ. ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പാടിന്റെ ചില മേഖലകളിലോട്ട് നിങ്ങൾ കയറി വരും. വെളിപ്പാടിന്റെ ചില മേഖലകളിലോട്ട്. സ്തോത്രം. ഈ മരുഭൂമിയിൽ, സ്തോത്രം, ഈ ഇസ്രായേൽ ജനം ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ദൈവത്തോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ, സ്തോത്രം, നിങ്ങൾ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ചില സുവിശേഷത്തിൻ്റെതായിരിക്കുന്ന മേഖലകൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സുവിശേഷത്തിനായ ചില മേഖലകൾ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ചോദിക്കരുത്, എന്തുകൊണ്ട് എൻ്റെ വഴി അടഞ്ഞിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് അതൊരു അടയാളമായിരിക്കും. ഇന്നത്തെ മീറ്റിംഗിൽ ദൈവത്തിന്റെ ഒരു കലവറ തുറന്നു വരുന്ന പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. അതുകൊണ്ട് വിശ്വസിച്ച സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് കേൾക്കുന്ന ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ, സ്തോത്രം, ചില ഉറവകൾ പുറപ്പെട്ടു വരുന്നത് പോലെ ശത്രു അടച്ചു കളഞ്ഞ, ഫെലിസ്തർ അടച്ചു കളഞ്ഞ കിണറുകൾ, സ്തോത്രം, ഇന്ന് ദൈവം ഓപ്പണാക്കി തരുന്ന ഒരു അവസ്ഥ ദൈവം വെളിപ്പെടുത്തുക. അബ്രഹാം കുഴിച്ച കിണറിനെ ഫെലിസ്തർ അടച്ചു. ദൈവാത്മാ പറയുന്നു, എന്നാൽ, സ്തോത്രം, നിങ്ങൾക്ക് തലമുറ എത്ര പേരാ? 2 പേര്. ആ തലമുറകളെ കൊണ്ട് ആ അടഞ്ഞ കിണറുകൾ ദൈവം ഓപ്പണാക്കും. എന്ന് വെച്ചാൽ അബ്രഹാമിന് ആ കിണറുകൾ ഓപ്പണാക്കാൻ പറ്റിയില്ല. എന്നാൽ ദൈവാത്മാ പറയുന്നു, സ്തോത്രം, അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് ആ കിണറുകൾ ഓപ്പണാക്കി. ഫെലിസ്തർ പിന്നെ അടച്ചില്ല. ദൈവാത്മാ പറയാണ്, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത മേഖലകൾ നിങ്ങളുടെ തലമുറകളിൽ കൂടെ ചെയ്തെടുപ്പിക്കുന്നത് പോലുള്ള നന്മകൾ നിങ്ങൾ കാണാൻ പോകുക. അതുകൊണ്ട് വിശ്വസിച്ചോ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹസ്ബൻഡിന്റെ സുവിശേഷ വിലയിൽ വേണ്ട വിധത്തിലുള്ള റിസൾട്ട് കാണുന്നില്ലെന്ന് കരുതി നിങ്ങൾ ഭാരപ്പെടണ്ട. ഈ ദിവസങ്ങളിൽ ഉത്തരമായി ദൈവം നിങ്ങൾക്ക് വെളിപ്പെട്ട് വരാൻ പോകുക. ഇന്ന് രാത്രി ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് എൻ്റെ പ്രസംഗം ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കർത്താവേ, ഇന്നത്തെ മീറ്റിംഗിൽ ഞങ്ങളുടെ സാന്നിധ്യം തന്നേ നന്ദി. ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങൾ ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയായിരിക്കണമേ. കാണേണ്ട നന്മകൾ നിങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. അങ്ങനെ ചെയ്തിയാൽ ഞാൻ ചെയ്തിരിക്കാൻ നന്ദി. വന്നവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടല്ലോ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.